അസ്സലാമു അലൈക്കും. അമ്മൊന്ന് കോയാക്കയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖുർആനും ഹദീസും എടുത്തുദ്ധരിച്ച് അമ്പകുന്ന് കോയക്കയുടെ സന്ദേശം. ഇബ്ലീസിന്റെ വിജയം ബിദ്അത്തിലൂടെയും ശിർക്കിലൂടെയും ആകാശഭൂമികളുടെയും അവയിലുള്ളവയുടെയും സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഇഹത്തിലും പരത്തിലും പരമാധികാരിയും ഏകനുമായ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ അവൻ തിരുപ്പതിപ്പെട്ട സന്മാർഗ പാതയിലാണെന്ന് ഇബ്ലീസിനറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവൻ ഈ പാതയിൽ നിന്ന് മതത്തിൽ കടത്തിക്കൂട്ടുന്ന ബിദ്അത്തിലേക്കും ശിർക്കിലേക്കും മനുഷ്യനെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. അഥവാ മനസ്സ് അല്ലാഹു തിരുപ്പതിപ്പെടാത്ത ഏറ്റവും മോശം കാര്യങ്ങൾ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അവിശ്വാസം, ലൈംഗികത, ധനത്തോടുള്ള ആർത്തി തുടങ്ങിയ പാപത്തിലേക്ക് മാടി വിളിക്കുന്നത് പോലെയല്ല ബിദ്അത്തിലേക്കുള്ള ക്ഷണം. മേൽ പറഞ്ഞവ തെറ്റാണെന്ന് നമുക്ക് പെട്ടെന്ന് ബോധ്യമാകുകയും അങ്ങനെ അല്ലാഹുവിനോട് പശ്ചാത്താപിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. എന്നാൽ ബിദ്അത്ത് അങ്ങനെയല്ല. അത് മതത്തിലുള്ള കാര്യം തന്നെയാണ് എന്ന തോന്നലുകളിൽ അകപ്പെട്ടവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മതനിരാസത്തിലേക്കു ക്ഷണിക്കുന്നത് പോലെ അപകടകരമായ കാര്യമായാണ് അവന് തോന്നുക. അതുകൊണ്ട് തന്നെ പിശാചി മറ്റെന്തിനേക്കാളുമേറെ ഓരോരുത്തരെയും ക്ഷണിക്കുക ബിദ്അത്തിലേക്കായിരിക്കും. അധികാരികമായി സ്ഥിരപ്പെട്ട വിക്റുകളും സ്വലാത്തുകളും സ്ഥിരപ്പെട്ട സുന്നത്തുകളും ഒക്കെ ബിദ്അത്താണെന്ന തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യും. അതായത് സുന്നത്ത് ബിദ്അത്തായും ബിദ്അത്ത് സുന്നത്തായും മാറ്റി മറിക്കാൻ ഇബ്ലീസ് ശ്രമിച്ചു നോക്കും. അങ്ങനെ പല വിധേനയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എല്ലായിടത്തും ഇബ്ലീസ് സർവത്ര ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഈ കലക്കത്തിൽ നിന്നാണ് ഇബ്ലീസ് വിശ്വാസികളെ പിടികൂടുന്നത്. ഇങ്ങനെ പാപത്തിലൂടെ പിഴപ്പിക്കാൻ കഴിയാത്തവരെ അവർ ദീനീപരമായ അറിവുള്ളവരായാൽ പോലും ഭൗതിക സമ്പാദ്യ മോഹങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ചുകൊണ്ട് അതിലേക്ക് ആവശ്യമായ പല വിധേനയുള്ള ചർച്ചകളും മറ്റും കാരണം സമയം അനുവദിക്കാത്തത് കൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളിലും ആരാധനകളിലും കൃത്യനിഷ്ഠയില്ലാതെ തഖ്വയിൽ കുറവ് വരുത്തി ഇബ്ലീസിന്റെ ദുർചെയ്തികളിൽ അകപ്പെടുത്തി ജീവിക്കുന്നവരാക്കാൻ ഇബ്ലീസ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ദീനീപരമായ ഇൽമ കുറഞ്ഞതിനാലുള്ള ചിന്താപരമായ അലസതയുള്ള വിശ്വാസികളെ ബിദ്അത്തിലൂടെ വളരെ വേഗം പിഴപ്പിക്കാൻ ഇബ്ലീസിന് കഴിയുന്നു. അങ്ങനെ അല്ലാഹുവിന്റെ തിരുപ്പതിയിലേക്ക് നയിക്കുന്ന സിറാത്തുൽ മുസ്തഖീം എന്ന സന്മാർഗ പാതയിൽ നിന്ന് മനുഷ്യരായ അവരെയും ഇവരെയും ഇബ്ലീസിന്റെ ചെയ്തികളിൽ അകപ്പെടുന്ന എല്ലാവരെയും ബിദ്അത്തിലൂടെയും അതുപോലെ അല്ലാഹുവിന്റെ ഗുണത്തിലോ ശ്രദ്ധയിലോ ദാത്തിലോ അധികാരത്തിലോ അവന്റെ ഏത് കാര്യത്തിലും പങ്കുകാരെയും കഴിവുകാരെയും ചേർത്തുകൊണ്ട് ശിർക്ക് എന്ന ദുഷ്ചെയ്തികളിലൂടെയും അല്ലാഹു തൃപ്തിപ്പെടാത്ത ഇതര മാർഗങ്ങളിലൂടെയും ജീവിതം നയിക്കാൻ ഒരു പാത ഇബ്ലീസ് തന്നെ വെട്ടിത്തുറന്നു കൊടുക്കുന്നു. എന്നാൽ മേൽ പറഞ്ഞതിൽ പരം ശക്തിയൊന്നും ഇബ്ലീസിനില്ല. അതിനാലാണ് ഇബ്ലീസ് പിഴച്ച മത സംവിധാനങ്ങളെയും പിഴച്ച മത പുരോഹിതന്മാരെയും കൂട്ടുപിടിക്കുന്നത്. ഇത് ഖുർആൻ താങ്കൾക്കും താങ്കളുടെ ജനതയ്ക്കും ഒരു ഉത്ബോധനമാണ്. പിന്നീട് ഇതിനെപ്പറ്റി നിങ്ങളോട് ചോദിക്കപ്പെടുകയും ചെയ്യും. സൂറത്ത് സുഖ്റൂഫ് 44. എന്നാൽ ബധിരന്മാരെ താങ്കൾ കേൾപ്പിക്കുമോ, അല്ലെങ്കിൽ അന്ധന്മാരെയും വ്യക്തമായ ദുർമാർഗത്തിലായവരെയും താങ്കൾ ശരിയായ മാർഗത്തിലാക്കുമോ? സൂറത്ത് സുഖ്റൂഫ് 40. അതിനാൽ നബിയെ, താങ്കൾക്ക് ബോധനം നൽകപ്പെട്ടിട്ടുള്ളതിനെ താങ്കൾ മുറുകെ പിടിക്കുക. തീർച്ചയായും താങ്കൾ നേർമാർഗത്തിൽ തന്നെയാകുന്നു. സൂറത്ത് സുഖ്റൂഫ് 43. നബി തിരുമേനിക്കും ജനതക്കുമുള്ള ഉത്ബോധനമാണ് വിശുദ്ധ ഖുർആൻ. അതനുസരിച്ച് ജീവിക്കാൻ അവർ ബാധ്യസ്ഥരുമാണ്. താങ്കൾക്ക് മുമ്പ് നാം അയച്ചിട്ടുള്ള നമ്മുടെ ദൂതന്മാരോട് താങ്കൾ ചോദിച്ചു നോക്കുക.
സൂറത്ത് സുഹ്റൂഫ് 45. ആരാധനയ്ക്ക് അള്ളാഹു അല്ലാത്തതിൽ നിഷേധിച്ചുവെന്ന ഒറ്റ കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറുക്കാനും എതിർക്കാനും മക്കാ മുശ്രിക്കുകൾ തയ്യാറായത് എന്നാണ് അള്ളാഹു ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. ആരാധനയ്ക്ക് അള്ളാഹു അല്ലാത്തതിൽ നിരോധിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാത്രം പ്രത്യേകതയായിരുന്നില്ല. ഇവിടെ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ അഖിലവും ആരാധനയ്ക്ക് അള്ളാഹു അല്ലാത്തതിനെ നിഷേധിക്കുന്നതിൽ ഏകാഭിപ്രായക്കാരായിരുന്നു. അതുകൊണ്ടാണ് തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ എന്നിവയിൽ വിശ്വസിക്കുന്ന ജനങ്ങളോട് ചോദിക്കുവാൻ പറഞ്ഞത്. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ മേൽ ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ പരിശോധിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. താങ്കൾക്ക് ദിവ്യ സന്ദേശമായി നാം നൽകിയ ഈ ദീനിനെ മുറുകെ പിടിച്ചു മുന്നേറുക. ഇന്ന് ഇബ്ലീസിന്റെ പ്രേരണയാൽ കെണിയിൽ പെട്ടുപോയ ധാരാളം വ്യക്തികളെയും പിഴച്ച സംവിധാനങ്ങളെയും നമുക്ക് കാണാം. ഇസ്ലാമിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ നിന്ന് ഭൗതിക സമ്പാദ്യങ്ങൾക്ക് വേണ്ടി അവർ ദീനിൽ കലർപ്പുണ്ടാക്കി. ഇപ്പോൾ അവ കലർപ്പുകളാണെന്ന് പോലും മനസ്സിലാക്കുന്നതിൽ നാം പരാജയപ്പെടുകയാണ്. ഉദാഹരണത്തിന് ചില ആളുകൾക്ക് അമാനുഷിക ശക്തികൾ ഉണ്ടെന്ന് സമൂഹത്തിൽ അവകാശപ്പെടുന്ന നിരവധി വിഭാഗങ്ങളുണ്ട്. കറാമത്തിനെ കുറിച്ചല്ല പറയുന്നത്. ഇന്ന് ജിന്നുകൾക്ക് മനുഷ്യരെ കായികമായി നേരിടാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. അവർ മുസ്ലിം സമൂഹത്തിന് മറ്റൊരു വലിയ പരീക്ഷണമാണ്. പല മക്ബറകളിലും ആത്മീയതയുടെ മറവിൽ തകിടും കൂടും കുപ്പിയും മറ്റും എന്തെല്ലാമോ വെച്ച് മന്ത്രവാദവും സിഹറും ഹാലറാത്തുകൾ പോലുള്ളവ കച്ചവടം ചെയ്യുന്നവർക്ക് ഇന്ന് പമ്പിച്ച ഭൗതിക സമ്പാദ്യങ്ങൾക്ക് സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു. പിശാച് നിങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് അവരെ ശത്രുവായി തന്നെ കണക്കാക്കണം. അവൻ തന്റെ കക്ഷിയെ ക്ഷണിക്കുന്നത് നൽകക്കാരിൽ പെടാൻ വേണ്ടി മാത്രമാണ്. സൂറത്തും ഫാത്തിഹ 6. ബുദ്ധിയുള്ളവർ ചിന്തിക്കുക. ജിന്ന് വർഗത്തിൽപ്പെട്ട ഇബ്ലീസിനു മനുഷ്യനെ കായികമായി നേരിടാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഇബ്ലീസും അവന്റെ സംഘവും ഭൂമിയിൽ ഒറ്റ മനുഷ്യനെ പോലും ബാക്കി വെക്കുമായിരുന്നു. എല്ലാവരെയും അവൻ ശാരീരികമായി തന്നെ പല വിധേനയും തീർക്കുമായിരുന്നില്ലേ? മനുഷ്യർ മെരുക്കിയെടുക്കുന്ന മൃഗങ്ങളെ മനുഷ്യർക്കെതിരെ തന്നെ തിരിച്ചുവിടുമായിരുന്നില്ലേ? മനുഷ്യരുടെ ഓരോ വാഹനവും മറിച്ചിട്ട് അവരെ കൂട്ടക്കൊല ചെയ്യുമായിരുന്നില്ലേ? എന്നാൽ തീർച്ചയായും ഇബ്ലീസിന് മനുഷ്യരെ നരകത്തിലേക്ക് ക്ഷണിക്കാൻ ആവശ്യമായ പ്രേരണ ശക്തിയേയുള്ളൂ. മറിച്ച് ഒരു ശക്തിയുമില്ല. പരലോകത്തെ ആദ്യ ദിവസം തന്നെ ഈ വസ്തുത നമ്മുടെ മേൽ അവൻ യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ലെന്നും അവൻ സമ്മതിക്കും. അവൻ ഉണ്ടായിരുന്ന ഒരേ ഒരു ശക്തി മനുഷ്യരെ അവന്റെ അരാജകത്വമാകുന്ന അവന്റെ നിയമ സംവിധാനത്തിലേക്ക് ഓരോരുത്തരും സ്വന്തം ദേഹേച്ഛയിൽ മുഴുകി താമോദിത്വമാകുന്ന ഇബ്ലീസിന്റെ ചെയ്തിയിലേക്ക് എല്ലായ്പ്പോഴും പ്രേരിപ്പിക്കുക മാത്രമാണ്. അങ്ങനെ നരകത്തിലേക്ക് കൂട്ടമായി ജനങ്ങളെ വർദ്ധിപ്പിക്കുകയാണ് ഇബ്ലീസിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകളിൽ അനുവദനീയമായതെല്ലാം ഇബ്ലീസിന്റെയും അവന്റെ സംഘങ്ങളുടെയും രാത്രിയും പകലുമായ അശ്രാന്ത പരിശ്രമത്താൽ അനിഷ്ടകരമാക്കുന്നു. അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകളിൽ അനിഷ്ടകരമാക്കുന്നതെല്ലാം ഇബ്ലീസ് അനുവദനീയമാക്കും. അങ്ങനെ ഇനി ഒരിക്കലും ഇസ്ലാം മടങ്ങി വരില്ല എന്ന് പ്രചരിപ്പിക്കാനും അത് ഉറപ്പുവരുത്താനായി മുസ്ലിം നാമധാരികളിൽപ്പെട്ട അവരെ കൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കാനും ഇബ്ലീസ് അവന്റെ സംഘങ്ങളെ പ്രേരിപ്പിക്കും. അപ്പോൾ ആ സംഘങ്ങളുടെ വിളി ഏറ്റവും ഗൗരവമുള്ള ഉച്ചത്തിലുള്ളതായിരിക്കും. മുസ്ലിം സമൂഹത്തിന് അങ്ങനെയെല്ലാം സംഭവിക്കുന്നതിന് കാരണം മുസ്ലിം സമൂഹത്തിൽ വലിയൊരു വിഭാഗം ഇബ്ലീസിന്റെ ഫിത്നയിൽ അകപ്പെട്ട് ഫിത്നയിലും ശിർക്കിലും പലിശയിലുമായി ജീവിതം നയിക്കുന്നവരായതാണ്. മനുഷ്യ, നാമാണ് നമ്മെ ആരാധിക്കാൻ നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് എന്നിരിക്കെ നിങ്ങൾ എന്താണ് സത്യം അംഗീകരിക്കാത്തത്? സൂറത്തുൽ വാഖിയ
57. അവൻ നിങ്ങളെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചവനാണ്, പിന്നെ മരണമെന്ന ഒരു അവധി വിധിച്ചു. അവന്റെ അടുത്ത് നിശ്ചിതമായ ഇഹലോകത്ത് നന്മ പ്രവർത്തിച്ചവർക്ക് പ്രതിഫലവും തിന്മ പ്രവർത്തിച്ചവർക്ക് ശിക്ഷയും വിധിക്കുന്ന മറ്റൊരു അവധിയുമുണ്ട്. എന്നിട്ടും നിങ്ങൾ സംശയിക്കുന്നു. സൂറത്തുൽ അൻആം 2. മനുഷ്യനെ കളിമണ്ണ് കൊണ്ടാണ് അവൻ സൃഷ്ടിച്ചത്. ആദമിനെ കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് ഈ പറഞ്ഞതിന്റെ ഒരർത്ഥം. മനുഷ്യൻ ശുക്ലത്തിൽ നിന്നും, ശുക്ലം ആഹാരത്തിൽ നിന്നും, ആഹാരം മണ്ണിൽ നിന്നും ഉണ്ടാകുന്നു. ആ നിലയ്ക്ക് മണ്ണിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ഇവിടെ എത്ര കാലം ജീവിക്കാം എന്നതിന് മരണമെന്ന ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നീട് ഇഹലോക ജീവിതത്തിൽ സൃഷ്ടാവും സംരക്ഷകരും പരിപാലകരുമായ ആ നാഥന്റെ നിയമവിധി വ്യവസ്ഥകൾ അറിഞ്ഞും അനുസരിച്ചും ജീവിതം നയിച്ചവർക്ക് അതിനനുസൃതമായ പ്രതിഫലവും സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ ആ നാഥനെ കുറിച്ച് എത്ര തന്നെ കേട്ടിട്ടും അവന്റെ നിയമവിധി വ്യവസ്ഥകൾ ഗവനിക്കാതെ ധിക്കരിച്ചു ജീവിതം നയിച്ചവർക്ക് അതിനനുസൃതമായ ശിക്ഷയും വിധിക്കുന്ന ഒരു നാൾ, അതിഭീകരവും അതിദീർഘവുമായ അന്ത്യനാൾ അവരുടെ പുനരുദ്ധാനത്തിനും വിചാരണക്കുമായി മറ്റൊരു അവധിയായും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഇങ്ങനെയെല്ലാം വ്യവസ്ഥ ചെയ്ത് നിശ്ചയിച്ച അള്ളാഹുവിന് മനുഷ്യരെ മരണാന്തരം പുനർജീവിപ്പിക്കാൻ കഴിയുമോ എന്ന് സംശയിക്കുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട്. ആ സംശയം തികച്ചും വിചിത്രമായിരിക്കുന്നു. ആകാശഭൂമികൾ ഉൾപ്പെടെ ഈ പ്രപഞ്ചത്തെയും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഇരുട്ടും വെളിച്ചവും ഉണ്ടാക്കിയതും അവൻ തന്നെ. മറ്റാർക്കും അവയുടെ സൃഷ്ടിയിൽ യാതൊരു പങ്കുമില്ല. അടിമകൾക്ക് പലവിധ രോഗങ്ങളും പലവിധേനയുള്ള കഷ്ടങ്ങളും ലാഭങ്ങളും നഷ്ടങ്ങളും നൽകുന്നതും അത് പിൻവലിക്കുന്നതും അള്ളാഹുവാണ്. ഇതിനെല്ലാം അള്ളാഹുവിനെ സ്തുതിക്കുകയും അവന്റെ സ്ഥിതി കരസ്ഥമാക്കണമെന്ന ബോധത്തോടെ ക്ഷമിക്കുകയും എല്ലാം അവനിൽ അർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യുകയും വേണം. എല്ലാറ്റിനും സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്ന് എല്ലാ പ്രവാചകന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ്. അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതുമാണ്. ആരാധനയ്ക്ക് അർഹനും അവൻ മാത്രമാണ്. വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണിത്. എന്നിട്ടും സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരും അള്ളാഹുവിൽ വിശ്വസിച്ചവരിൽ തന്നെ അറിവ് നേടിയവരായ ചിലരും ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്നു എന്നത് വിചിത്രമായിരിക്കുന്നു. അള്ളാഹു നിശ്ചയിച്ച അവന്റെ സന്മാർഗ പാതയിലേക്ക് നയിക്കാൻ വേണ്ടി നമ്മുടെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം മുതൽ അള്ളാഹുവിന് നിശ്ചയാനുസരണം ചെറുതും വലുതുമായ ഗോത്രങ്ങളിലേക്കും ചെറുതും വലുതുമായ സമൂഹങ്ങളിലേക്കും അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെ 1,24,000-ൽ പരം പ്രവാചകന്മാരെ നിയോഗിച്ച് അയച്ചിട്ടുണ്ട്. എന്നെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് ജിന്നുകളെയും മനുഷ്യരെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. സൂറത്തുൽ ദാരിയാത്ത് 56. ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് അവരാണ്. സൂറത്തുൽ ബഖറ 29. മനുഷ്യ ജിന്നു വർഗങ്ങളിൽ അള്ളാഹു നിശ്ചയിച്ച കാലത്തോളം അവന്റെ നിശ്ചയമനുസരിച്ച് ചെറുതും വലുതുമായ ഗോത്രങ്ങളിലേക്കും ചെറുതും വലുതുമായ സമൂഹങ്ങളിലേക്കും ദൈവദൂതന്മാരെയും പ്രവാചകന്മാരെയും നിയോഗിക്കുകയും പ്രവാചകന്മാർ ഓരോരുത്തർക്കും അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട ചെറുതും വലുതുമായ ഗോത്രങ്ങളിലേക്കും ചെറുതും വലുതുമായ സമൂഹങ്ങളിലേക്കും അള്ളാഹു നിശ്ചയിച്ച അതാത് കാലഘട്ടത്തിൽ അവൻ നിശ്ചയിച്ച സമൂഹങ്ങളിൽ പൂജാതരാവുകയും ചെയ്തു. എല്ലാ കാലത്തെയും എല്ലാ പ്രവാചകന്മാരും അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട സമൂഹങ്ങളോട് ഒരേ സ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട്, നിങ്ങൾക്കൊരു സംരക്ഷകനുണ്ട്, നിങ്ങൾക്കൊരു പരിപാലകനുണ്ട്. നിങ്ങൾക്ക് കാണുന്ന കണ്ണും കേൾക്കുന്ന ചെകിടും സംസാരിക്കുന്ന നാവും ചിന്തിക്കുന്ന ബുദ്ധിയും നടക്കുന്ന കാലും ജോലി ചെയ്യാനുള്ള കൈകളും കിടന്നുറങ്ങാനുള്ള ഇരുട്ടും ജോലി ചെയ്യാനും മറ്റുമുള്ള ആവശ്യാർത്ഥം സൂര്യനിലൂടെ വെളിച്ചം നൽകുന്നതും അള്ളാഹുവാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കാലികൾക്കും കൃഷി ആവശ്യങ്ങൾക്കും സർവ്വജീവജാലങ്ങൾക്കും ഭക്ഷണത്തിനും മറ്റും ആവശ്യാർത്ഥം മുകളിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നതും ഏകനായ അള്ളാഹുവാകുന്നു. ഞാൻ നിങ്ങളുടെ വിശ്വസ്ത ദൂതനാകുന്നു. അള്ളാഹുവല്ലാതെ ഒരു ഇലാഹുവില്ല. അടിമകളുടെ ആരാധനക്കർഹൻ
അള്ളാഹു മാത്രമാണ്. തീർച്ചയായും ഇത് പഴയ ഏടുകളിൽ പറഞ്ഞതാണ്. ഇബ്രാഹിം നബിയുടെയും മൂസ നബിയുടെയും ഏടുകളിൽ സൂറത്തുൽ അഅ്ല 18, 19 അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി കേൾക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും അള്ളാഹു അവസരം നൽകിയവരാണ് ഉലമാക്കൾ അഥവാ പണ്ഡിതന്മാർ. അള്ളാഹു അവർക്ക് നൽകിയ അവന്റെ കാരുണ്യത്തിന്റെ ഭാഗമായ അറിവ് കുറവുള്ള വിശ്വാസി സമൂഹങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ചും അവൻ സൃഷ്ടിച്ച ഓരോ സൃഷ്ടിക്കും അവൻ നൽകുന്ന അനുഗ്രഹത്തെ കുറിച്ചും കാരുണ്യത്തെ കുറിച്ചും അവതാരത്തെ കുറിച്ചും ശാശ്വതമല്ലാതെ ഈ ലോകത്തെ കുറിച്ചും ശാശ്വതമായ പരലോകത്തെ കുറിച്ചും അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ ദൂതരെ അനുസരിച്ചും അന്ത്യനാളിനെ ഭയപ്പെട്ടും ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുകയും അതിനനുസൃതമായി തന്നെ പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ശാശ്വതമായ സ്വർഗത്തെ കുറിച്ചും അള്ളാഹുവിനെയും അവന്റെ ദൂതരെയും അനുസരിക്കാതെ ധിക്കരിച്ചു ജീവിതം നയിക്കുന്നവർക്ക് ലഭിക്കുന്ന ശാശ്വതമായ നരകത്തെ കുറിച്ചും സൂക്ഷ്മമായി വിശദീകരിച്ചു കൊടുക്കുന്ന ചെറിയൊരു വിഭാഗം ഉലമാക്കൾ ഇഹത്തിലും പരത്തിലും വിജയികളാകുന്നു. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി കേൾക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. അവർ ഭൗതിക കാര്യങ്ങൾക്ക് ഊന്നൽ നൽകി ജീവിതം നയിക്കുന്നത് കൊണ്ട് നിർബന്ധ നിസ്കാരങ്ങളും നിർബന്ധ കർമ്മങ്ങളും സുന്നത്തുകളും മറ്റും കൃത്യനിഷ്ഠയോടെ പാലിക്കാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് ചിലതെല്ലാം വിട്ടുപോവുകയും എന്നാലും പരമാവധി ചിലർ കൃത്യനിഷ്ഠത പാലിക്കാൻ പരിശ്രമിക്കുകയും അവർക്ക് സൗകര്യം കിട്ടുമ്പോഴെല്ലാം അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹു സൃഷ്ടിച്ച ഓരോ സൃഷ്ടികൾക്കും അള്ളാഹു നൽകുന്ന അവന്റെ അനുഗ്രഹത്തെ കുറിച്ചും കാരുണ്യത്തെ കുറിച്ചും അവതാരത്തെ കുറിച്ചും ശാശ്വതമല്ലാത്ത ഈ ലോകത്തെ കുറിച്ചും ശാശ്വതമായ പരലോകത്തെ കുറിച്ചും അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ പ്രവാചകരനുസരിച്ചും ജീവിതം നയിച്ചാൽ ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകുന്ന അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും അള്ളാഹുവിനെയും അവന്റെ ദൂതരെയും അനുസരിക്കാതെ ധിക്കരിച്ചു ജീവിതം നയിക്കുന്നവർക്ക് ചെറുതും വലുതുമായ പല വിധേനയുള്ള പരീക്ഷണങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടേ ഇരിക്കുമെന്നതിനെ കുറിച്ചും മരണശേഷമുണ്ടാവുന്ന വർദ്ധക്ക് ജീവിതത്തിലെ അവസ്ഥകളെ കുറിച്ചും അള്ളാഹുവിനെയും അവന്റെ ദൂതരെയും അനുസരിച്ചു ജീവിതം നയിക്കുന്നവർക്ക് അതിനനുസൃതമായ പ്രതിഫലവും അള്ളാഹുവിനെയും അവന്റെ ദൂതരെയും അനുസരിക്കാതെ ധിക്കരിച്ചു ജീവിതം നയിക്കുന്നവർക്ക് അതിനനുസൃതമായ ശിക്ഷയും വിധിക്കുന്ന സർവരെയും ഒരുമിച്ച് കൂട്ടുന്ന അതിഭീകരവും അതിദീർഘവുമായ അന്ത്യനാളിലെ അവസ്ഥകളെ കുറിച്ചും ചില പണ്ഡിതന്മാർ സൗകര്യം കിട്ടുമ്പോഴെല്ലാം പ്രബോധനം ചെയ്യുന്നു. മറ്റു ചില പണ്ഡിതന്മാർ ഇതെല്ലാം വളരെ കൂടുതലായും പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ച് ധാരാളമായി കേൾക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും അള്ളാഹു അവസരം നൽകിയവരാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ. അള്ളാഹു അവർക്ക് അവതാരമായി നൽകിയ അറിവിനെ മറ്റുള്ളവർക്ക് പ്രബോധനം ചെയ്ത് മനസ്സിലാക്കി കൊടുക്കുവാനൊന്നും അവർ പരിശ്രമിക്കുകയില്ല. അള്ളാഹു അവർക്ക് അവതാരമായി നൽകിയ അറിവുമായി അവർ ജീവിതം നയിക്കാൻ പരിശ്രമിക്കും. അവർ മതപരമായി എന്ത് ചോദിച്ചാലും അവരുടെ അറിവനുസരിച്ച് മറുപടി നൽകും. അവരും നമ്മളുമെല്ലാം അള്ളാഹുവിലേക്ക് മടങ്ങി പോകേണ്ടവരാണെന്ന് ഓരോരുത്തരും ഓർക്കുക. വേറൊരു വിഭാഗം പണ്ഡിതന്മാർ അള്ളാഹുവിനെ കുറിച്ചു ധാരാളമായി കേൾക്കുവാനും പഠിക്കുവാനും ചിന്തിക്കുവാനും അള്ളാഹു അവസരം നൽകിയവരാണ്. സ്ഥാനമാനങ്ങൾക്കും ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി ഹറാമും ഹലാലും ഗൗനിച്ചും ഗൗനിക്കാതെയും ജീവിതം നയിക്കുന്നവരുമായി സഹകരിച്ചും അവരനുസരിച്ചും ജീവിതം നയിക്കുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയും അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ പ്രവാചകരെ കുറിച്ചും പ്രവാചകരുടെ ചര്യയെ കുറിച്ചും ഞങ്ങൾക്കറിയാം, അതെല്ലാം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകരെ കുറിച്ചും ഉൾക്കൊള്ളേണ്ട വിധം അവർ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ആ വിഭാഗം പണ്ഡിതന്മാർ വ്യാപാരത്തിലും മറ്റുമാണ് ഭൗതിക നേട്ടമെങ്കിൽ അവർ ദീനുമായുള്ള ബന്ധം വിട്ട് വ്യാപാരത്തിലും മറ്റും പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. ദീനിലാണ് ഭൗതിക നേട്ടമെങ്കിൽ ദീൻ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർ പള്ളിയും മദ്രസയും മറ്റു ദീനി സ്ഥാപനങ്ങളുമായി മുന്നോട്ട് പോകും. എന്നാൽ അള്ളാഹു തൃപ്തിപ്പെടാത്ത പലിശ മുതൽ ഭക്ഷിക്കുന്ന എല്ലാവരിലും എല്ലായ്പ്പോഴും ഇബ്ലീസിന്റെ ചെയ്തികളിൽ അകപ്പെട്ട് ഹൃദയത്തിൽ അള്ളാഹു തൃപ്തിപ്പെടാത്ത വികാരങ്ങളും മറ്റും
എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവർ ഹറാമും ഹലാലും ഗവനിച്ചും ഗവനിക്കാതെയും ജീവിതം നയിക്കുന്നവരുമായി സഹകരിച്ചും അനുസരിച്ചും ജീവിതം തുടരുമ്പോൾ അവർ അള്ളാഹു തൃപ്തിപ്പെടാത്ത പലിശ മുതൽ ഭക്ഷിക്കുന്നത് കൊണ്ട് ഇബ്ലീസിന്റെ ദുശ്ചൈതികളിൽ അകപ്പെട്ട് അള്ളാഹു തൃപ്തിപ്പെടാത്ത പലവിധ ദുഷ്പ്രവൃത്തികളിൽ അകപ്പെടുന്നത് ശ്രദ്ധയിൽ പെട്ടാലും നേരിൽ കണ്ടാലും ഈ പണ്ഡിതന്മാർ അവരുടെ കുടുംബങ്ങളായാലും അയൽവാസികളായാലും വേണ്ടപ്പെട്ട മറ്റുള്ളവർ ആയാലും അള്ളാഹു തൃപ്തിപ്പെടാത്ത ദുഷ്പ്രവൃത്തികളിൽ നിന്ന് അവരോട് കർശനമായി വിട്ടുനിൽക്കാൻ ഉപദേശിക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യില്ല. അവരുടെ കൂടെ ഈ പണ്ഡിതന്മാർ മൗനികളായി തുടരും. ഒരു വിഭാഗം പണ്ഡിതന്മാർ പലിശയുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ വാങ്ങാനോ വീടുകൾ ഉണ്ടാക്കുവാനോ കല്യാണ ആവശ്യങ്ങൾക്കോ വ്യാപാര ആവശ്യങ്ങൾക്കോ ഭൂമി വാങ്ങേണ്ട ആവശ്യങ്ങൾക്കോ പലിശയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നു. പള്ളി ദർസും മറ്റു ദീനി സ്ഥാപനങ്ങളും നടത്തുന്ന ചില ഉസ്താദന്മാർ പോലും ലൂത്ത് നബി അലിസ്ലാമിയുടെ കാലത്തതുപോലെ ദീൻ പ്രചാരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അല്ലാഹു മനുഷ്യ ജിന്നു വർഗങ്ങളെയെല്ലാം തന്റെ ഔദാര്യമായി സൃഷ്ടിക്കുകയും അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കി വെക്കുകയും തന്നെയും പ്രപഞ്ചമഖിലവും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു നാഥനുണ്ടെന്ന ഉൾബോധം അവരിൽ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യ ജിന്നു വർഗങ്ങളിൽ മുൻകാമികളും പിൻകാമികളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഉൾപ്പെടെയുള്ളവരിൽ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹുവിന്റെ ഔദാര്യങ്ങൾ ഓരോ സെക്കൻഡിലും അനുഭവിച്ച് ജീവിച്ചിരുന്നവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായ ചെറിയൊരു വിഭാഗം അഖിലലോക സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹുവിനെ കുറിച്ചും അവൻ സൃഷ്ടിച്ച ഏറ്റവും നിസാരമായത് മുതൽ ഏറ്റവും വലുതുവരെയും ഓരോന്നിനെയും സൂക്ഷ്മതയിൽ പരിപാലിക്കുന്ന പരിപാലനത്തെ കുറിച്ചും ശാശ്വതമല്ലാത്ത ഈ ലോകത്തെ കുറിച്ചും അതിസൂക്ഷ്മതയോടെ ചിന്തിക്കുന്നവരുമുണ്ട്. അത്ര സൂക്ഷ്മമായി ചിന്തിക്കാത്തവരും ധാരാളമുണ്ട്. എന്നാൽ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്തവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അഖിലലോക സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഇഹത്തിനും പരത്തിനും പരമാധികാരിയും ഏകനുമായ അള്ളാഹുവിനെ നിഷേധിച്ചും ധിക്കരിച്ചും ജീവിക്കുന്നവരെ ഏറ്റവും സൂക്ഷ്മതയുള്ളത് മുതൽ ഏറ്റവും മഹത്വമുള്ളത് വരെയും ഏറ്റവും നിസ്സാരമായത് മുതൽ ഏറ്റവും വലുതുവരെയും സൃഷ്ടിച്ചു തന്റെ നിശ്ചയാനുസരണം അതീവ സൂക്ഷ്മതയോടെ പരിപാലിക്കുന്ന ആ നാഥനെ കുറിച്ച് നിങ്ങൾ പുനർചിന്തനം നടത്തുക. അഖിലലോക സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് അവൻ ഉദ്ദേശിക്കുന്ന മനുഷ്യരെയും മറ്റു സൃഷ്ടികളെയും ഒറ്റയായും കൂട്ടമായും സൃഷ്ടിക്കുകയും ഓരോന്നിനെയും അവൻ ഉദ്ദേശിക്കുന്ന കാലത്തോളം അതിനനുസൃതമായ വായുവും വെള്ളവും ഭക്ഷണവും മറ്റും അപ്പോൾ സംവിധാനിച്ചും അല്ലാതെയും അതീവ സൂക്ഷ്മതയോടെ പരിപാലിക്കുന്ന ഒരു നാഥനുണ്ടെന്ന് ഉൾബോധം നൽകി ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ 1,24,000-ൽ പരം പ്രവാചകന്മാരിൽ 100 ഏടുകളും തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആൻ എന്നീ 4 ഗ്രന്ഥങ്ങൾ മുഖേന പ്രബോധനം ചെയ്ത് മനസ്സിലാക്കി കൊടുത്തിട്ടും അള്ളാഹു വിശേഷ ബുദ്ധി നൽകി സൃഷ്ടിച്ച മനുഷ്യരും മറ്റും എത്ര തന്നെ കേട്ടിട്ടും ശാശ്വതമല്ലാത്ത ഈ ലോകത്ത് സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹു സൃഷ്ടികൾക്ക് ഓരോന്നിനും നൽകുന്ന അനുഗ്രഹത്തെ കുറിച്ചോ കാരുണ്യത്തെ കുറിച്ചോ ഔദാര്യത്തെ കുറിച്ചോ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ജീവിതം കഴിക്കുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനെ അനുസരിച്ചും അന്ത്യദിനത്തെ ഭയപ്പെട്ടും ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിയും അള്ളാഹുവിന്റെ ഖുർആനും അവന്റെ റസൂലും ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്തങ്ങൾ സൂക്ഷ്മതയിൽ നിറവേറ്റാതെ അള്ളാഹുവിനോട് ദുആ ചെയ്തത് കൊണ്ട് മാത്രം അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിച്ച് ഉടനെ ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾ മാനിക്കാതെയും അവന്റെ റസൂലിനെ അനുസരിക്കാതെയും പലിശയിലും മറ്റും അകപ്പെട്ടും അവരവരുടെ സൗകര്യാർത്ഥം സ്മാർട്ട് ഫോണുകളും മറ്റും എല്ലായ്പ്പോഴും മുഴുകി നല്ലതും ചീത്തയും മനസ്സിലാക്കാതെ ജീവിതം കടന്നു പോകുന്നു. അങ്ങനെ പലവരിലും അവരുടെ കർമ്മങ്ങൾ ദുഷിച്ചു പോകുന്നു. അങ്ങനെ നമ്മുടെ ചിന്തകൾ മലീമസമായിരിക്കുന്നു. നമ്മുടെ യൗവനങ്ങൾ
ആവാസന്മാർ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പണ്ഡിതന്മാർ ഖുർആനിക നിയമവിധി വ്യവസ്ഥകളും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും അവരെ ഏൽപ്പിച്ച അവരുടെ വാദിത്തങ്ങൾ മറന്നുപോയിരിക്കുന്നു. നേതാക്കന്മാരിൽ വലിയൊരു വിഭാഗം സുഗലോൽപന്മാരായിരിക്കുന്നു. നമ്മുടെ പള്ളികളിൽ ഖുർആനിക നിയമവിധി വ്യവസ്ഥകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും നിർജീവമായിരിക്കുന്നു. ഇസ്ലാം മത വിശ്വാസികളിൽ കൃത്യനിഷ്ഠത പാലിക്കുന്നവർ നാമാവശേഷമായി കൊണ്ടിരിക്കുന്നു. അങ്ങനെ മുസ്ലിം എന്നത് പേരിന് മാത്രമുള്ള ഏതാനും അടയാളങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആയിരങ്ങളിൽ തിരഞ്ഞാൽ പോലും ദുർലഭമായി പോലും ഖുർആനിക നിയമവിധി വ്യവസ്ഥകൾക്കനുസൃതമായി കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരു നല്ല മുസ്ലിമിനെ കണ്ടെത്താൻ കഴിയാതെ നമ്മൾ പരാജയപ്പെടുന്നു. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. മനുഷ്യന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അഖില ലോക സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഇഹത്തിനും പരത്തിനും പരമാധികാരിയും ഏകനുമായ അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനെ അനുസരിച്ചും അന്ത്യനാളിനെ ഭയപ്പെട്ടും അള്ളാഹുവിന്റെ ഖുർആനിക നിയമവിധി വ്യവസ്ഥകൾക്കനുസൃതമായി അള്ളാഹു കൽപ്പിച്ചതിനെ അനുവർത്തിക്കുകയും അള്ളാഹു നിഷിദ്ധമാക്കിയതിനെ വർജിക്കുകയും ചെയ്ത് സൂക്ഷ്മതയിൽ ജീവിതം നയിക്കാൻ പരിശ്രമിക്കുകയാണ് ഓരോ വിശ്വാസിയുടെയും ഏറ്റവും വലിയ വിജയവും വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ ആയുധവും അത് തന്നെയാണ്. അള്ളാഹു അടിമകൾക്ക് നിർബന്ധമാക്കിയ നിസ്കാരങ്ങളും മറ്റു നിർബന്ധ കർമ്മങ്ങളും സുന്നത്തുകളും ചിലതെല്ലാം അനുസരിച്ചും ചിലതെല്ലാം അനുസരിക്കാതെയും അള്ളാഹു തൃപ്തിപ്പെടാത്ത പലിശയിലും മറ്റും അകപ്പെട്ട് ഹറാമും ഹലാലും ചിലതെല്ലാം കവലിച്ചും ചിലതെല്ലാം കവലിക്കാതെയും ജീവിതം നയിക്കുന്നത് തുടർന്നാൽ ഇസ്ലാമിന്റെ പേരിൽ അത്ര വലിയ സംഘം ചേർന്നാലും എത്ര തന്നെ സിന്ദാബാദ് വിളിച്ചാലും അള്ളാഹു തിരുപ്പതിപ്പെടുന്ന അവന്റെ ദീനിന്റെ വിഷയത്തിൽ അള്ളാഹു അവരെ പരാജയപ്പെടുത്തി കളയും. എത്ര വലിയ ഉന്നതന്മാരായാലും ഇഹലോകത്തും പരലോകത്തും അള്ളാഹു തിരുപ്പതിപ്പെടുന്ന അവന്റെ സഹായം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിയും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും എല്ലായ്പ്പോഴും അള്ളാഹുവിനോട് പശ്ചാത്താപിച്ചുകൊണ്ടും അവനിൽ വരവേൽപ്പിച്ചുകൊണ്ടും ക്ഷമയോടെ സൂക്ഷ്മതയിൽ അവന്റെ നിയമവിധി വ്യവസ്ഥകൾക്കനുസൃതമായി തന്നെ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ അള്ളാഹു തൃപ്തിപ്പെടുന്ന അവന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ പരിശുദ്ധ ദീനിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനെ അനുസരിച്ചും അന്ത്യദിനത്തെ ഭയപ്പെട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംഘടിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയൂ. അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനെ അനുസരിച്ചും അന്ത്യദിനത്തിനെ ഭയപ്പെട്ടും ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മുസ്ലിമും അള്ളാഹുവിന്റെ ഖുർആനും അവന്റെ റസൂലും ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്തങ്ങൾ സൂക്ഷ്മതയിൽ നിറവേറ്റാൻ പരിശ്രമിച്ചുകൊണ്ട് സ്വന്തത്തിനും കൂട്ടുകുടുംബാദികൾക്കും സമൂഹങ്ങൾക്കും സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഓരോ വിഷയത്തെ കുറിച്ചും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു ഔദാര്യവാനാണ്. ആത്മാർത്ഥതയോടെ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായും അള്ളാഹു ദുആക്ക് ഉത്തരം നൽകുന്നവരാണ്. മനുഷ്യന്റെ അഭിമാനമാണ് ഈ 5 കാര്യങ്ങൾ. 1, ചഞ്ചല മനസ്കരാവാതെ അടിയുറച്ച് വിശ്വസിക്കുന്ന തന്റെ വിശ്വാസമാണ് ഒരാളുടെ മതം. 2, പുരുഷനായാലും സ്ത്രീ ആയാലും മനുഷ്യൻ സ്വയം ശരീരത്തെ തെറ്റിൽ നിന്ന് സൂക്ഷിക്കുക. 3, ഓരോ മനുഷ്യനും നന്മയും നിന്മയും തന്റെ വിശേഷ ബുദ്ധി ഉപയോഗിച്ചു മനസ്സിലാക്കി ഏറ്റവും നന്മയായതിൽ ചിന്തിക്കുക, ഏറ്റവും നന്മയായതിൽ പ്രവർത്തിക്കുക. 4, ഓരോ മനുഷ്യനും തന്റെ അഭിമാനമാണ് വലുത്. ഓരോ ദിനവും അഭിമാനത്തോടെ ജീവിക്കാൻ പരിശ്രമിക്കുക. 5, മനുഷ്യന്റെ ഏറ്റവും വലുത് അവന്റെ സമ്പത്താണ്. അത് അവകാശം കിട്ടിയത് സമ്പത്തായാലും അവനവന്റെ അധ്വാനപരമായി കിട്ടുന്ന സമ്പത്തായാലും നമ്മൾ ഭക്ഷിക്കുന്നതും നമ്മുടെ ഭാര്യ സന്താനങ്ങളും നമ്മുടെ കൂട്ടുകുടുംബാദികളും മറ്റും ഭക്ഷിക്കുന്നതും നമ്മൾ സ്വരൂപിച്ച് ഒരുക്കൂട്ടി വെക്കുന്ന സമ്പത്തായാലും അള്ളാഹു തിരുപ്പതിപ്പെട്ടതാണെന്ന് ഉറപ്പുവരുത്തുക. ഇബ്രാഹിം നബി ഇസ്ലാമിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. സൂറത്തുൽ മുൻതഹന 4.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെയും മറ്റു പ്രവാചകന്മാരുടെയും മാതൃക നമ്മുടെ മുമ്പിലുണ്ട്. രക്തബന്ധത്തെക്കാളും മറ്റെന്തിനേക്കാളും സത്യമാർഗത്തിലേക്കുള്ള ആദർശത്തിലാണ് അവർ പ്രാധാന്യം കൽപ്പിച്ചത്. ഈ മാതൃകയാണ് നേർമാർഗികൾ പിന്തുടരേണ്ടത്. ഇബ്രാഹിം നബി തന്റെ പിതാവിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം സൂറത്ത് തൗബ 114 വ്യക്തമാക്കിയിട്ടുമുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങളിൽ ആരെങ്കിലും തന്റെ മതത്തെ വിട്ട് മടങ്ങി പോകുന്ന പക്ഷം ഈ മതത്തിന് ഒരു കോട്ടവും സംഭവിക്കുന്നതല്ല. അള്ളാഹുവിനെ അങ്ങോട്ടും അവൻ ഇങ്ങോട്ടും സ്നേഹിക്കുന്നവരും സത്യവിശ്വാസികളോട് വിനയം കാണിക്കുന്നവരും സത്യനിഷേധികളോട് പ്രതാപം പ്രകടിപ്പിക്കുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുന്നവരും യാതൊരു ആക്ഷേപത്തെയും ഭയപ്പെടാത്തവരുമായ ഒരു ജനതയെ അള്ളാഹു പിറകെ കൊണ്ടുവരുന്നതാണ്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്നു. താൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകും. സൂറത്തുൽ മാഇദ 54. നിങ്ങൾ ഇസ്ലാം മതത്തെയും അവന്റെ നിയമവിധി വ്യവസ്ഥകളെയും വലിച്ചെറിഞ്ഞു പോയെന്നു കരുതി അള്ളാഹുവിന്റെ കാരുണ്യം നിറഞ്ഞ അവന്റെ സത്യമാർഗ പ്രസ്ഥാനം നശിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല. ഇസ്ലാമിനെ ശക്തിപ്പെടുത്താൻ പ്രബലരും പ്രകൃഷ്ടരുമായ മറ്റൊരു ജനതയെ അള്ളാഹു ഉയർന്നെൽപ്പിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിനെയും അവന്റെ ഖുർആനിക നിയമവിധി വ്യവസ്ഥകളും ചിലതെല്ലാം അനുസരിച്ചും ചിലതെല്ലാം അനുസരിക്കാതെയും ഹലാലും ഗവനിക്കാതെയും ജീവിതം നയിക്കുന്നവർ അള്ളാഹു തിരുപ്പതിപ്പെടുന്ന അവന്റെ സത്യമാർഗത്തിലേക്ക് മടങ്ങാൻ വേണ്ടി അവരെ അള്ളാഹു ഉദ്ദേശിക്കുന്ന ചെറുതും വലുതുമായ പല വിധേനയുള്ള പരീക്ഷണങ്ങൾ ഒന്നൊന്നായി അവർക്ക് വന്നുകൊണ്ടേയിരിക്കും. ഉലമാക്കളെ, അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും അള്ളാഹുവിന്റെ കലാകാലിലും അവന്റെ റസൂലിന്റെ ചര്യയിലും വിശ്വസിക്കുന്നവരിൽ നേതാക്കളാണ് നിങ്ങൾ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനെ അനുസരിച്ചും അന്ത്യദിനത്തിനെ ഭയപ്പെട്ടും സൂക്ഷ്മതയിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കേണ്ടവരും അറിവ് കുറവുള്ള വിശ്വാസി സമൂഹങ്ങളെ നേർവഴിയിലേക്ക് ക്ഷണിക്കേണ്ടവരുമാണ്. അപ്പോൾ ഒരു വിഭാഗം അറിവും ബുദ്ധിയുമുള്ള ചിലർ മനസ്സിലാക്കുന്നു, ഞങ്ങൾ അള്ളാഹുവിനെ മറന്ന് നിർബന്ധ നിസ്കാരങ്ങളും മറ്റു നിർബന്ധ കർമ്മങ്ങളും സുന്നത്തുകളും കൃത്യനിഷ്ഠത ചിലതെല്ലാം പാലിച്ചും ചിലതെല്ലാം പാലിക്കാതെയും ഹറാലും കവനിക്കാതെയും അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾ ചിലതെല്ലാം അനുസരിച്ചും ചിലതെല്ലാം അനുസരിക്കാതെയും ജീവിതം നയിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു നമുക്ക് ഇത്രയധികം പലവിധ പരീക്ഷണങ്ങൾ കൊണ്ടും പലവിധ രോഗങ്ങൾ കൊണ്ടും പല വിധേനയും നമുക്ക് വീണ്ടും വീണ്ടും വരുന്ന കഷ്ടനഷ്ടങ്ങളും ദാരിദ്ര്യവും അള്ളാഹു തരുന്നു എന്ന് അവർ മനസ്സിലാക്കുകയും അങ്ങനെ അവർ അള്ളാഹുവിനോട് പശ്ചാത്താപിച്ചുകൊണ്ട് അവരിലേക്ക് ഖേദിച്ച് മടങ്ങുകയും ചെയ്ത് അവരിൽ ബലമേൽപ്പിച്ചും അവന്റെ നിയമവിധി വ്യവസ്ഥകൾക്ക് അനുസൃതമായി സൂക്ഷ്മതയോടെ ജീവിതം നയിക്കാൻ പരിശ്രമിക്കുന്ന അവരെ അള്ളാഹു ഇഹലോകത്തും പരലോകത്തും വിജയികളാക്കിയേക്കാം. മറ്റൊരു വിഭാഗം ജനങ്ങൾ ഞങ്ങൾ മുസ്ലിമാണെന്ന് പറയുകയും അള്ളാഹുവിനെ സൂക്ഷിക്കാതെയും അവന്റെ റസൂലിനെ അനുസരിക്കാതെയും അന്ത്യദിനത്തിന് ഭയപ്പെടാതെയും ജീവിതം നയിക്കുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന അവന്റെ സന്മാർഗത്തിലേക്ക് മടങ്ങാൻ വേണ്ടി പല രോഗങ്ങൾ കൊണ്ടും കഷ്ടങ്ങൾ കൊണ്ടും നഷ്ടങ്ങൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും മതപരമായി അറിവ് കുറവുള്ള ഈമാൻ ദാഹികളായ ഒരു വിഭാഗം പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു പരീക്ഷിക്കപ്പെടുമ്പോൾ അവർ അവരുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും രോഗങ്ങളും ദാരിദ്ര്യവും എല്ലാമായി ഒരു വിഭാഗം ഉസ്താദുമാരുമായി ബന്ധപ്പെടുമ്പോൾ ആ ഉസ്താദുമാർ മതപരമായ അറിവ് കുറവുള്ള ഈമാൻ ദാഹികളായ പുരുഷന്മാരോടും സ്ത്രീകളോടും ഉപദേശിച്ചു, നിങ്ങൾ നിർബന്ധമായും നിസ്കാരങ്ങൾ കൃത്യനിഷ്ഠതയോടെ നിസ്കരിക്കുക. അവരുടെ നിസ്കാരങ്ങൾ കലാവുണ്ടെങ്കിൽ ഉടനെ കലാ വീട്ടുവാൻ പരിശ്രമിക്കുക. അറിയുന്ന സുന്നത്തുകൾ നിസ്കരിക്കുക. എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ ഓതാൻ അറിവില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ചെറിയ ചെറിയ സൂറത്തുകൾ വർദ്ധിപ്പിച്ചു ഓതുക. അള്ളാഹു നിഷിദ്ധമാക്കിയ സർവ്വതും വർദ്ധിക്കുക. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചു ജീവിക്കുകയും തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ സർവ്വ സമാധാനമില്ലായ്മകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പടിപടിയായി മുഴുവൻ സമാധാനം നൽകുക തന്നെ ചെയ്യും. അള്ളാഹു സർവ്വതും സൂക്ഷ്മതയിൽ കാണുന്നു. അള്ളാഹു സർവ്വതും സൂക്ഷ്മതയിൽ കേൾക്കുന്നു. നമുക്കും നിങ്ങൾക്കും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്കും അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർക്കും എല്ലാവർക്കും എവിടെയും രക്ഷകൻ
അള്ളാഹു മാത്രമാണെന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ഖുർആനിക നിയമവിധി വ്യവസ്ഥകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും ചിലതെല്ലാം അനുസരിച്ചും ചിലതെല്ലാം അനുസരിക്കാതെയും ജീവിതം നയിക്കുന്ന മറ്റൊരു വിഭാഗം അള്ളാഹുവിന്റെ പരീക്ഷണാർത്ഥം പല വിധേനയുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും രോഗങ്ങളും കടവുമെല്ലാം ബാധിച്ചു പ്രയാസപ്പെടുമ്പോൾ ഈമാൻദാഹികളും എന്നാൽ അറിവ് കുറവുള്ളവരുമായ ഇത്തരം പുരുഷന്മാരും സ്ത്രീകളും അടങ്ങിയ വിശ്വാസി സമൂഹങ്ങൾക്ക് ഖുർആനിക നിയമവിധി വ്യവസ്ഥകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയും അതേപടി അനുസരിച്ചു ജീവിച്ചു കാണിച്ചു കൊടുത്തു മാറി കാണിച്ചും പഠിപ്പിച്ചും കൊടുക്കേണ്ടവരായ ഒരു വിഭാഗം പണ്ഡിതന്മാർ അവരുടെ ഭൗതിക സമ്പാദ്യങ്ങൾക്ക് വേണ്ടി ഈ ഉത്തരവാദിത്വം അവഗണിക്കുമ്പോൾ അഖിലവും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നാഥന്റെ ഔദാര്യങ്ങൾ ഓരോ സെക്കൻഡിലും അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യന്റെ കാര്യം എത്ര കഷ്ടം. അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകളും അവന്റെ ദൂതരുടെ വാക്കുകളും ചിലതെല്ലാം ഗവനിച്ചും ചിലതെല്ലാം ഗവനിക്കാതെയും മന്ത്രവാദവുമായി അവിചാരവുമായി മുന്നോട്ട് പോകുന്നവരും മന്ത്രവാദം ചെയ്യുന്നവരുമെല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ്. അള്ളാഹു തൃപ്തിപ്പെട്ടു നൽകിയ പ്രവാചക പാരമ്പര്യത്തിൽ നിന്നും വ്യത്യസ്തമായി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണെന്നും ഔലിയാക്കളാണെന്നും കൂബിയാക്കളാണെന്നും പറഞ്ഞു നടക്കുകയും അവരുടെ ഉള്ളതും ഇല്ലാത്തതുമായ പല വിധേനയുള്ള കറാമത്തുകളും പല വിധേനയുള്ള അത്ഭുതങ്ങളും പല വിധേനയുള്ള പോരിശകളും മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നിടത്തോളം നേർമാർഗികളായ ചില പണ്ഡിതന്മാരിൽ പോലും അള്ളാഹും അവന്റെ റസൂലും തൃപ്തിപ്പെടാത്ത പലതും കടന്നു കൂടിയിരിക്കുന്നു. ഇതിനെല്ലാം കാരണം നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ മനസ്സും നാം അറിയാതെ തന്നെ ഭൗതിക സുഖ സൗകര്യങ്ങളിലേക്ക് തിരിഞ്ഞതാണ്. ഈ വസ്തുതകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ അഭൂതയ കാംക്ഷികൾ പോലും പറയുന്നു, അവരെ വിടൂ, അവർ പഠിച്ചവരാണ്, അവർ പണ്ഡിതന്മാരാണ്, അവരോട് എന്ത് പറഞ്ഞാലും അവർക്ക് അതിനെല്ലാം അവരുടെ അടുത്ത് മസാലകൾ ഉണ്ടാകും, അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയുമായിരിക്കും. പ്രപഞ്ചവും അതിനുള്ള സകല സൃഷ്ടികളെയും കൂടാതെ അവന്റെ നിശ്ചയമനുസരിച്ച് വീണ്ടും വീണ്ടും പുതിയത് സൃഷ്ടിക്കുകയും മുൻ നിശ്ചയാനുസരണം അവയിൽ മരിപ്പിക്കേണ്ടതിനെ മരിപ്പിക്കുകയും നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കുകയും ചെയ്ത് സർവ്വതും അത് സൂക്ഷ്മമായി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവാണെന്ന് ഇവർ വിശ്വസിക്കുന്നില്ലേ? അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾ ചിലരെല്ലാം അനുസരിച്ചും ചിലരെല്ലാം അനുസരിക്കാതെയും മന്ത്രവാദം ആവിചാരം കൊണ്ടോ വീടിന്റെ 4 മൂലയിലും പറമ്പിൽ 4 മൂലയിലും തകിടും കുപ്പിയും കുഴിച്ചിട്ടത് കൊണ്ടോ വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റും കൈലച്ചക്ക് തകിടും കൂടും നൽകിയത് കൊണ്ടോ മന്ത്രവാദികൾ ചെയ്യുന്ന മറ്റു മന്ത്രവാദം കൊണ്ടോ പിന്നെ ആദരാത്തുകൾ കൊണ്ടോ അല്ല. കർത്താവും സംരക്ഷകനും സർവജ്ഞാനിയായ അള്ളാഹു അവന്റെ അടിമകളെ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ സൂക്ഷ്മമായി പരിപാലിക്കുന്നത്. ഓരോരുത്തരും അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനനുസരിച്ചും അന്ത്യനാളിനെ ഭയപ്പെട്ടും അള്ളാഹുവിന്റെ തൃപ്തി ഇഹത്തിലും പരത്തിലും കരസ്ഥമാക്കണമെന്ന ആഗ്രഹത്തോടെ അള്ളാഹു നൽകുന്ന എല്ലാ പരീക്ഷണങ്ങളിലും ക്ഷമിച്ചും സൂക്ഷ്മതയിൽ മുന്നേറുവീൻ. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കാതെയും അവന്റെ ദൂതരനുസരിക്കാതെയും നിങ്ങൾ ധിക്കരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ചെറുതും വലുതുമായ പല വിധേനയുള്ള പരീക്ഷണങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നത് പോലെ പരീക്ഷിക്കുകയും അവൻ ഉദ്ദേശിക്കുമ്പോൾ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ശാശ്വതമല്ലാത്ത ഈ ലോകത്തെ കുറിച്ചും മരണശേഷമുണ്ടാവുന്ന വർഷത്തി ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ചും ഈ ലോകത്തെ അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനനുസരിച്ചും അന്ത്യനാളിനെ ഭയപ്പെട്ടും സൂക്ഷ്മതയോടെ ജീവിതം നയിക്കുന്നവർക്ക് സർവരെയും ഒരുമിച്ച് കൂട്ടുന്ന അതിഭീകരവും അതിദീർഘവുമായ അന്ത്യനാളിൽ ലഭിക്കുന്ന ശാശ്വതമായ സ്വർഗീയ സുഖ സൗകര്യങ്ങളെ കുറിച്ചും അള്ളാഹുവിനെ സൂക്ഷിക്കാതെയും അവന്റെ ദൂതരെ അനുസരിക്കാതെയും അന്ത്യനാളിനെ ഭയപ്പെടാതെയും ധിക്കരിച്ചു ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന ശാശ്വതമായ നരക ശിക്ഷയെ കുറിച്ചും അതാത് കാലഘട്ടത്തിലെ പ്രവാചകന്മാർ ഓരോരുത്തരും അവരവരുടെ സമൂഹങ്ങൾക്ക് സൂക്ഷ്മതയോടെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അതാത് കാലഘട്ടത്തിലെ പ്രവാചകന്മാരോട് അവരവരുടെ സമൂഹങ്ങളിൽ പെട്ടവരിലെ
ആളുകൾ ഒറ്റയായും കൂട്ടമായും പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനെ അനുസരിച്ചും ജീവിതം നയിക്കാൻ തയ്യാറാണ്. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം മുതൽ 1,24,000-ൽ പരം പ്രവാചകന്മാരിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ ജനങ്ങൾ ഒറ്റയായും കൂട്ടമായും ധാരാളം ആളുകൾ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഇഹത്തിനും പരത്തിനും പരമാധികാരിയും ഏകൻ ഒരുവനുമായ അള്ളാഹു തൃപ്തിപ്പെടുന്ന അവന്റെ സന്മാർഗ പാതയിലേക്ക് കടന്നു വന്നു. എന്നാൽ എല്ലാ കാലത്തെയും ഓരോ പ്രവാചകന്മാരുടെയും ചെറുതും വലുതുമായ സമൂഹങ്ങളിൽ നിന്നും ഒറ്റയായും കൂട്ടമായും ജനങ്ങൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന അവന്റെ സന്മാർഗ പാതയിലൂടെ ജീവിതം നയിക്കാൻ കൂട്ടാക്കിയില്ല. ഒരു വിഭാഗം ഗോത്രക്കാർ പറഞ്ഞു, പ്രപഞ്ചനാഥനായ ഒരു ശക്തിയുണ്ടെന്ന് നമുക്ക് വിശ്വാസമുണ്ട്, എന്നാൽ പ്രവാചകരിൽ നമുക്ക് വിശ്വാസമില്ല. പ്രവാചകർ മലക്കുകളല്ലല്ലോ, നമ്മെ പോലെയുള്ള മനുഷ്യരാണ്. നമ്മൾ വെള്ളം കുടിക്കുന്നു, പ്രവാചകരും വെള്ളം കുടിക്കുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, പ്രവാചകരും ഭക്ഷണം കഴിക്കുന്നു. അവർ നമ്മളെക്കാൾ ശക്തിയുള്ളവരോ ബുദ്ധിയുള്ളവരോ കേമന്മാരോ ഒന്നുമല്ല. നമ്മുടെ നാട്ടു പ്രമാണിമാരും പ്രവാചകരെ അംഗീകരിക്കുന്നില്ല. കുറച്ച് കൂലിവേലക്കാർ മാത്രമാണ് പ്രവാചകരെ അംഗീകരിച്ചു കൂടെ നടക്കുന്നത്. പ്രവാചകന്മാർ എല്ലാവരും അവരവരുടെ കാലഘട്ടത്തിലെ സമൂഹങ്ങളോട് പറഞ്ഞു, മനുഷ്യരെ അള്ളാഹു സുന്ദരമായ രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. അത് മുൻ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആനിലും അവതരിപ്പിച്ച കാര്യമാണ്. പ്രവാചകന്മാർ എല്ലാവരും അവരവരുടെ അതാത് കാലഘട്ടത്തിലെ സമൂഹങ്ങളോട് പറഞ്ഞു, മനുഷ്യരെല്ലാം തുല്യരാണ്. മനുഷ്യരിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ദൈവദൂതന്മാരായോ പ്രവാചകന്മാരായോ പ്രവാചകന്മാരെ അനുസരിച്ചു ജീവിതം നയിക്കുന്നവരായോ പ്രവാചകന്മാരെ അനുസരിക്കാതെ ധിക്കരിച്ചു ജീവിതം നയിക്കുന്നവരായോ നാട്ടു രാജാക്കന്മാരായോ നാട്ടു പ്രമാണിമാരായോ കൂലി വേലക്കാരായോ നിശ്ചയിക്കുന്നത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്. അതിൽ മാറ്റം വരുത്താൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. അത് പല പ്രാവശ്യം നിങ്ങളോട് പ്രബോധനം ചെയ്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിരാകരിക്കാം. നമ്മൾ നമ്മുടെ പ്രബോധനവുമായി മുന്നോട്ട് പോകുന്നു. ഒരു വിഭാഗം ഗോത്രക്കാർ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ കാണാതെയല്ലേ ആരാധിക്കുന്നത്? ഇനി ഞങ്ങൾ അള്ളാഹുവിനെ കണ്ട് ആരാധിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ രൂപം വരക്കുകയാണ്. പ്രവാചകർ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ രൂപം വരക്കുന്നത്? അള്ളാഹു തന്റെ രൂപത്തെ കുറിച്ച് ഒരു അറിവും ആർക്കും നൽകിയിട്ടില്ല. അള്ളാഹു നൽകിയ അറിവ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു സൃഷ്ടിച്ച ഏറ്റവും സൂക്ഷ്മവും നിസാരവുമായത് മുതൽ ഏറ്റവും മഹത്വമുള്ളതും ഏറ്റവും വലുതും വരെ മനുഷ്യരാൽ എണ്ണിയോ ഊഹിച്ചോ ചിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്ത അത്തരം സൃഷ്ടികളെ ഓരോ സെക്കൻഡിലും അള്ളാഹു ഉദ്ദേശിക്കുന്ന വിധം ഒറ്റയായി കൂട്ടമായി സൃഷ്ടിക്കുകയും സൃഷ്ടികൾ ഓരോന്നിനും അവയുടെ അവക്കനുസൃതമായ വായുവും വെള്ളവും ഭക്ഷണവും മറ്റും അവന്റെ ഉദ്ദേശമനുസരിച്ച് അപ്പോൾ സംവിധാനിക്കുകയും ചെയ്യുന്നു. എത്ര ജീവികളാണുള്ളത്, തങ്ങളുടെ ആഹാരം അവർ ചുമന്ന് നടക്കുന്നില്ല. അള്ളാഹുവാണ് അവർക്കും നിങ്ങൾക്കും ആഹാരം നൽകുന്നത്. അവൻ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. സൂറത്തുൽ അങ്കബൂത്ത് 60. അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ പരീക്ഷിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ഒറ്റയായും കൂട്ടമായും മരിപ്പിക്കുകയും നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കുകയും പുനഃസൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നതിനെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്യുന്നവനായതിനാൽ അങ്ങനെ നാം കാണുന്നതും നാം കാണാത്തതും നാം കേൾക്കുന്നതും നാം കേൾക്കാത്തതും നാം ഊഹിക്കുന്നതും നാം ഊഹിക്കാത്തതുമായ സർവ്വതിന്റെയും തുടക്കവും ഒടുക്കവും എന്നെന്നും അള്ളാഹുവിൽ നിന്നാണെന്ന് നാം നിരുപാധികം അംഗീകരിക്കുന്നു. തുടക്കവും ഒടുക്കവും ഇല്ലാത്തവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അള്ളാഹു മാത്രം. തുടക്കമുള്ളതും ഒടുക്കമില്ലാത്തതും റൂഹ് അഥവാ ആത്മാവ്, അതിനെ കുറിച്ച് കൂടുതൽ അറിവുള്ളതും അള്ളാഹുവിന് മാത്രം. അങ്ങനെ അള്ളാഹുവിന് നിശ്ചയമനുസരിച്ച് ഓരോന്നും അഖിലവും അതിസൂക്ഷ്മതയോടെ അടക്കി വാഴുന്ന അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു അടിമകൾക്ക് ഔദാര്യമായി നൽകിയ പരിശുദ്ധ ഖുർആനിലെ ശുദ്ധങ്ങളുടെ അർത്ഥങ്ങൾ പഠിച്ചറിഞ്ഞു മനസ്സിലാക്കുക.
അതിവിശാലമായ ഈ പ്രപഞ്ചത്തിൽ അനേകായിരം ജീവജാലങ്ങൾ അധിവസിക്കുന്നുണ്ട്. ആ ജീവികളിൽ വെച്ചേറ്റവും ഉന്നതനും ഉത്കൃഷ്ടനുമത്രേ മനുഷ്യൻ. മനുഷ്യ ജീവിതത്തിന്റെ മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. അഖിലലോക സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഇഹത്തിനും പരത്തിനും പരമാധികാരിയും ഏകനുമായ അള്ളാഹുവിന്റെ ലിഖാഇന്, അള്ളാഹുവിനെ കാണുന്നതിന് കാരണമായി മാറുന്ന ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി മനുഷ്യൻ ഇവിടെ അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ ദൂതരെ അനുസരിച്ചും അന്ത്യനാളിനെ ഭയപ്പെട്ടും അവന്റെ നിയമവിധി വ്യവസ്ഥകൾ അനുസൃതമായി സൂക്ഷ്മതയിൽ ജീവിതം നയിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു മനുഷ്യർ ഇന്നു വർഗങ്ങളെ ഔദാര്യമായി സൃഷ്ടിക്കുകയും അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കി വെക്കുകയും നന്മയും തിന്മയും മനസ്സിലാക്കാനുള്ള അറിവ് നൽകിയും തന്നെയും പ്രപഞ്ചമഖിലവും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു നാഥനുണ്ടെന്ന ഉൾബോധം നൽകിയുമാണ് സൃഷ്ടിച്ചത്. മനുഷ്യൻ ഇന്നു വർഗങ്ങളിൽ മുൻകാമികളും പിൻകാമികളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിന്റെ ഔദാര്യങ്ങൾ ഓരോ സെക്കൻഡിലും അനുഭവിച്ച് ജീവിച്ചിരുന്നവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായവരിൽ ചെറിയൊരു വിഭാഗം അഖില ലോക സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹു സൃഷ്ടിച്ച ഓരോ സൃഷ്ടികളെ കുറിച്ചും സൃഷ്ടികളെ ഓരോന്നിനെയും സൂക്ഷ്മതയോടെ പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ പരിപാലനത്തെ കുറിച്ചും ശാശ്വതമല്ലാത്ത ഇഹലോകത്തെ കുറിച്ചും സൂക്ഷ്മതയോടെ ചിന്തിക്കുന്നവരും സൂക്ഷ്മതയില്ലാതെ ചിന്തിക്കുന്നവരുമുണ്ട്. സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹുവിനെ കുറിച്ചും ചിന്തിക്കാത്തവരാണ് ഏറെയുമുള്ളത്. അഖില ലോക സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഇഹത്തിനും പരത്തിനും പരമാധികാരിയും ഏകനുമായ അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് അവൻ ഉദ്ദേശിക്കുന്ന മനുഷ്യരെയും മറ്റു സൃഷ്ടികളെയും ഒറ്റയായും കൂട്ടമായും സൃഷ്ടിക്കുകയും ഓരോ സൃഷ്ടികളെയും അവൻ ഉദ്ദേശിക്കുന്ന കാലത്തോളം അവന്റെ ഉദ്ദേശം അനുസരിച്ചു ഓരോന്നിനും അതിനനുസൃതമായ വായുവും വെള്ളവും ഭക്ഷണവും മറ്റും അപ്പപ്പോൾ സംവിധാനിച്ചും അല്ലാതെയും സൂക്ഷ്മതയോടെ പരിപാലിക്കുന്ന ഒരു നാഥനുണ്ടെന്ന് വിശേഷബുദ്ധി നൽകി സൃഷ്ടിച്ച മനുഷ്യരും മറ്റും എത്ര തന്നെ കേട്ടിട്ടും ശാശ്വതമല്ലാത്ത ഈ ലോകത്തെ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അള്ളാഹു സൃഷ്ടികൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചോ അവന്റെ കാരുണ്യത്തെ കുറിച്ചോ അവന്റെ അവതാരത്തെ കുറിച്ചോ ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ അഖില ലോക സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഇഹത്തിനും പരത്തിനും പരമാധികാരിയും ഏകൻ ഒരുവനുമായ അള്ളാഹുവിനെ നിഷേധിച്ചും ധിക്കരിച്ച് ജീവിക്കുന്നവർ ഒരു നിമിഷം പുനരാലോചന നടത്തുക. എന്നാൽ എല്ലാ കാലത്തെയും എല്ലാ പ്രവാചകന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്, അള്ളാഹു ഒഴികെ ഒരു ഇലാഹുമില്ല, അവൻ സദാ ജീവിച്ചിരിക്കുന്നവനും അന്യാത്രയും കൂടാതെ നിലനിൽക്കുന്നവനും മറ്റുള്ളവരെയെല്ലാം നിയന്ത്രിച്ചു പോരുന്നവനുമാണ്. ഉറക്കമോ നിദ്രാമയക്കമോ അവനെ സ്പർശിക്കുകയില്ല. ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം അവന്റേതാകുന്നു. അവന്റെ അനുമതി കൂടാതെ അവന്റെ അടുക്കൽ ശുപാർശ പറയാൻ ആളുണ്ട്. അവരുടെ മുമ്പിലുള്ളതും പിമ്പിലുള്ളതും അവൻ അറിയുന്നു. അവന്റെ അറിവിൽ നിന്ന് താൻ ഉദ്ദേശിച്ചതല്ലാതെ യാതൊന്നും അവൻ അറിയുകയില്ല. അവന്റെ സിംഹാസനം ആകാശഭൂമികളെ ഉൾക്കൊണ്ടിരിക്കുന്നു. അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുണ്ടാക്കുന്നില്ല. അവൻ ഉന്നതനും മഹാനുമാകുന്നു. സൂറത്തുൽ ബഖറ 255. വിശുദ്ധ ഖുർആനിന്റെയും പരിശുദ്ധ ഇസ്ലാമിന്റെയും അടിസ്ഥാന സിദ്ധാന്തമായ തൗഹീദിലേക്കാണ് ഈ വചനം വിരൽ ചൂണ്ടുന്നത്. ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അതാണ് ആ അടിസ്ഥാന സിദ്ധാന്തം വിവരിക്കുന്നത്. അള്ളാഹുവിന്റെ വിശേഷ ഗുണങ്ങളാകുന്നു അള്ളാഹുവിന് മാത്രമുള്ളതും മറ്റാർക്കും ഇല്ലാത്തതുമായ ഈ വിശേഷ ഗുണങ്ങൾ. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമേ ഉള്ളുവെന്ന് അവന്റെ ഈ ഗുണങ്ങൾ തെളിയിക്കുന്നു. അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അന്യാശ്രയം കൂടാതെ സ്വയം നിലനിൽക്കുന്നവനാണ്, പ്രപഞ്ചമഖിലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. നിന്ദയോ മയക്കമോ അവനെ ബാധിക്കുകയില്ല. ആകാശഭൂമികൾ ഉൾപ്പെടെ പ്രപഞ്ചത്തിൽ അഖില വസ്തുക്കളും അവനുള്ളതാണ്. തന്റെ അനുവാദം കൂടാതെ ആർക്കും അവന്റെ അടുത്ത് ശുപാർശ പറയാൻ സാധിക്കുകയില്ല. ലോകത്തിൽ നാം കാണുന്നതും നാം കാണാത്തതും നാം കേൾക്കുന്നതും
നാം കേൾക്കാത്തതും നാം ഊഹിക്കുന്നതും നാം ഊഹിക്കാത്തതുമായ സകല കാര്യങ്ങളെയും കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു. അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ലാതെ മറ്റാർക്കും ഒന്നും അറിയുകയില്ല. അവന്റെ സിംഹാസനം ആധിപത്യം ആകാശഭൂമികളും അതിനപ്പുറവും ചൂഴും വിധം വിശാലമായതാണ്. മഹാനും ഉന്നതനുമായ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ. അള്ളാഹു അടിമകളെ അവൻ തിരുപ്പതിപ്പെടുന്ന സന്മാർഗത്തിലേക്ക് നയിക്കാനായി സമാഗതരായ എല്ലാ കാലത്തെയും എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ വിവേചനമില്ലാതെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാ കാലത്തെയും എല്ലാ പ്രവാചകന്മാരെയും അനുസരിച്ച് ജീവിച്ചിരുന്ന സമുദായങ്ങൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുക നിർബന്ധമാണെന്ന് വരുന്നു. എന്നാൽ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനെ പോലും അവിശ്വസിക്കുന്നത് മറ്റു മുഴുവൻ പ്രവാചകന്മാരെയും അവിശ്വസിക്കുന്നതിന് തുല്യമാണ്. ഇതുകൊണ്ടാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെയും അനുസരിക്കാതെയും ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാകില്ല എന്ന് പറയുന്നത്. വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരും നീതിപൂർവ്വം സാക്ഷ്യം വഹിക്കുന്നവരുമാവുക. സൂറത്തുൽ മാഇദ 8. മനുഷ്യ, നിന്റെ നാദങ്കലേക്ക് എത്തുന്നത് വരെ മരണം വരെ നീ കഠിനാധ്വാനം ചെയ്യുന്നവനാണ്. അങ്ങനെ അധ്വാനം അതിന്റെ ഫലം അവിടെ നീ കണ്ടെത്തുന്നവനുമാണ്. സൂറത്തുൽ ഇൻശിഖാഖ് 6. തന്റെ നാഥനെ കണ്ടുമുട്ടുന്നത് വരെ, അതായത് മരണം വരെ അധ്വാനിക്കാൻ ഓരോ മനുഷ്യനും ബാധ്യസ്ഥനാണ്. അതുവരെ ശരീരാവയവങ്ങൾ കൊണ്ടോ ഹൃദയം കൊണ്ടോ മനുഷ്യൻ അധ്വാനിച്ചു കൊണ്ടേയിരിക്കും. നന്മയും തിന്മയും മനസ്സിലാക്കാനുള്ള വിശേഷ ബുദ്ധിയും തന്നെയും പ്രപഞ്ചമഖിലവും ചിന്തിച്ചു പരിപാലിക്കുന്ന ഒരു രക്ഷിതാവ്, ഒരു ശക്തി ഉണ്ടെന്ന അറിവും നൽകിയാണ് മനുഷ്യന് അള്ളാഹു സിദ്ധിച്ചത്. അവൻ നന്മയുടെ മാർഗത്തിൽ അല്ലെങ്കിൽ തിന്മയുടെ മാർഗത്തിൽ മരണം വരെ അധ്വാനിച്ചു കൊണ്ടേയിരിക്കും. അതിന്റെ അഥവാ നന്മയുടെയോ തിന്മയുടെയോ കർമ്മങ്ങളുമായി രക്ഷിതാവിലേക്ക് മടങ്ങുന്നവരായിട്ടല്ലാതെ ഒരു ബാധ്യതയും ഇല്ലാത്തവരായി അള്ളാഹു തങ്ങളെ വെറുതെ വിടുമെന്ന് അവർ കരുതിയോ? 87, 88. നിശ്ചയമായും അള്ളാഹുവിനെ അറിഞ്ഞു ജീവിക്കുന്ന സത്യവിശ്വാസികളോ യഹൂദികളോ ക്രിസ്ത്യാനികളോ താബിഉകളോ ആരുമാകട്ടെ അവരിൽ നിന്ന് അള്ളാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും തൽക്കാലം അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ തങ്ങളുടെ നാഥന്റെ പക്കൽ അവർക്ക് പ്രതിഫലമുണ്ട്. അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. സൂറത്തുൽ ബഖറ 62. അല്ലാഹുവിന്റെ ആജ്ഞകൾ അനുസരിച്ചു ജീവിച്ച പൂർവിക സമുദായത്തിൽ നിന്നുള്ള ജൂതന്മാരാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ താബിഉകളാകട്ടെ അവർ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചു സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാണെങ്കിൽ അവർ ഇരുലോകത്തും രക്ഷപ്പെട്ടവരാണ്. അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും അവർക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. മൂസ നബിയുടെ അനുയായികളെ ജൂതന്മാരെന്നും ഈസാ നബിയുടെ അനുയായികളെ ക്രിസ്ത്യാനികളെന്നും പറയുന്നു. എന്നാൽ ആരാണ് സാബിഉകൾ? അക്കാര്യത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ കാലത്ത് ബാബിലോണിയയിലും മറ്റും വളരെ പ്രതാപത്തോടെ ജീവിച്ചവരായിരുന്നു സാബിഉകൾ എന്നാണ് ഒരു അഭിപ്രായം. എന്നാൽ സ്വന്തമായി പല വിശ്വാസാചാരങ്ങളും വെച്ച് പുലർത്തുന്നവരും മതമില്ലാത്തവരുമാണ് സാബിഉകൾ എന്നും അഭിപ്രായമുണ്ട്. എന്നാൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടെ അദ്ദേഹത്തിൽ വിശ്വസിക്കാൻ അവരെല്ലാവരും ബാധ്യസ്ഥരായിരിക്കുന്നു. സത്യവിശ്വാസികളെ സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിച്ചു കൊണ്ടുപോയി. സൂറത്തുൽ തഹ്രീം 6. സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്നും കാത്തു സൂക്ഷിക്കേണ്ടത് കുടുംബനാഥന്മാരുടെ കടമയാണ്. കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ വിജ്ഞാനം നൽകുകയും മതപരമായ ചിട്ടയോട് അവരെ വളർത്തുകയും ഒരു മാർഗത്തിൽ നിന്നും തെറ്റായ പ്രവണതകളിൽ നിന്നും തടയുകയും ചെയ്യേണ്ടത് കുടുംബനാഥന്മാരുടെ ബാധ്യത തന്നെയാണ്. ഇഹലോകത്തെ അഗ്നിയുടെ എത്രയോ ഇരട്ടി ചൂടാണ് നരകാഗ്നിക്കുള്ളത്. മനുഷ്യരും കല്ലുമാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ ഏത് കൽപ്പനയും അനുസരിക്കുന്ന ശക്തരും
മനുഷ്യ സ്വഭാവക്കാരുമായ മലക്കുകൾ അതിന് കാവൽ നിൽക്കുന്നു. നരകത്തിൽ നിന്നും മോചനം നേടാൻ സത്യവിശ്വാസികൾ ഇഹലോക ജീവിതം സൂക്ഷ്മതയോടെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു നിങ്ങളെ മനുഷ്യരെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. പിന്നീട് നിങ്ങളെ അവൻ അതിലേക്ക് തന്നെ മടക്കുകയും അതിൽ നിന്ന് നിങ്ങളെ പുനർജീവിതത്തിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. തീർച്ചയായും നാമാണ് അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്, അനന്തരം എടുക്കുന്നതും നാം തന്നെ. സൂറത്തുൽ ഹിജ്ർ 23. അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രപഞ്ചത്തിന്റെ അവകാശിയായി അവശേഷിക്കുന്നതും അള്ളാഹു തന്നെ. ഭൂമിയുടെയും സ്വത്തിന്റെയും അവകാശികളായി തമയുന്നവരെല്ലാം അതെല്ലാം വിട്ടെറിഞ്ഞു മരണമടഞ്ഞു പോകും. മനുഷ്യർ മരിച്ചു മണ്ണടിഞ്ഞതിനു ശേഷം വീണ്ടും പുനരുജ്ജീവിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ സംശയം വെച്ച് പുലർത്തുന്ന ആളുകളുമുണ്ട്. എന്നാൽ തന്നെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച സൃഷ്ടിപ്പിന്റെയും തന്റെ പൂർവ്വസ്ഥിതിയെയും കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ സംശയം അവനെ ബാധിക്കുകയില്ല. അവന്റെ തുടക്കമായ ഒട്ടുന്ന ശുക്രബിന്ദുവിൽ നിന്ന് സങ്കീർണമായ ഏതെല്ലാം ഘട്ടത്തിലൂടെയാണ് അവൻ കടന്നു പോയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയുന്ന അള്ളാഹുവിനെ അവന്റെ മരണാന്തരം പുനർജീവിപ്പിക്കുക എന്നത് ഒരു പ്രശ്നമാണോ? ഇതെല്ലാം മനുഷ്യന് ചിന്തിച്ചു മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. വലുണ്ടുടങ്ങിയ ഭൂമി മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ഭക്ഷണത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി മഴ വർഷിപ്പിക്കുമ്പോൾ കിളിർത്തു വരുന്നതും വിവിധ തരം സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതും നാം കണ്ടുവരുന്നു. ബുദ്ധിയുള്ളവരും ചിന്തിക്കുന്നവരുമായവർക്ക് പുനരുദ്ധാനം സാധ്യമാണെന്നതിന് ഇതു ഒരു ദൃഷ്ടാന്തമത്രേ. ഓരോരുത്തരും ഓരോ ലക്ഷ്യമുണ്ട്, അതിലേക്കാണ് അവൻ തിരിയുക. അതിനാൽ ഭർത്താവും സന്ദർശകനും പരിപാലകനുമായ അള്ളാഹു തൃപ്തിപ്പെടുന്ന നല്ല കാര്യങ്ങളിൽ നിങ്ങൾ മത്സരിച്ച് മുന്നേറുകയും. സൂറത്തുൽ ബഖറ 148. മനുഷ്യൻ ഓർക്കുന്നില്ലേ, അവനെ നാം മുമ്പ് സൃഷ്ടിച്ചത് അവൻ ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരുന്നു. സൂറത്ത് മറിയം 67. കാരുണ്യവനായ അള്ളാഹു നമ്മെ ഔദാര്യമായി സൃഷ്ടിച്ചത് കൊണ്ടും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ അവയവങ്ങൾ നൽകി കാണുന്ന കണ്ണും കേൾക്കുന്ന ചെകിടും സംസാരിക്കുന്ന നാവും ചിന്തിക്കാൻ ബുദ്ധിയും നടക്കാനുള്ള കാലും ജോലി ചെയ്യാനുള്ള കയ്യും നൽകിയത് കൊണ്ടും മനുഷ്യ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ഇവിടെ മനുഷ്യർക്ക് മുൻകൂട്ടി സജ്ജീകരിച്ചു വെച്ച അള്ളാഹുവിനെയും അവന്റെ നിയമവിധി വ്യവസ്ഥകളെയും നാം മാനിക്കണം. തീർച്ചയായും അള്ളാഹു അമാനത്തെന്ന ദൗത്യം ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മുമ്പാകെ പ്രദർശിപ്പിച്ചു. എന്നാൽ അവ അത് ഏറ്റെടുക്കാൻ വിസമ്മതിക്കുകയും അതിനെപ്പറ്റി അവർക്ക് പേടി തോന്നുകയും അമാനത്ത് ഏറ്റെടുത്ത് നിർവഹിക്കുക എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കുകയും ചെയ്തു. മനുഷ്യൻ അത് ഏറ്റെടുത്തു. സൂറത്തുൽ അഹ്സാബ് 72. ഈ വചനത്തിലൂടെ അള്ളാഹുവിന്റെ അമാനത്ത് ഏറ്റെടുക്കുക വഴി പമ്പിച്ച ഉത്തരവാദിത്വമാണ് മനുഷ്യരിൽ അർപ്പിതമായതെന്ന് അള്ളാഹു ഉണർത്തുകയാണ്. വളരെ ഗഹനമാണ് ഈ വചനം. നമ്മൾ വരികൾ എത്ര നിന്ന് ചെലവഴിച്ചാലും ഇതിലെ ആശയങ്ങൾ പൂർണ്ണമായി പ്രകാശിപ്പിക്കാൻ കഴിയില്ല. ഇസ്ലാമിക നിയമവിധി വ്യവസ്ഥകളായ ശരീഅത്തിന് അള്ളാഹു ആകാശ ഭൂമികളുടെയും പർവ്വതങ്ങളുടെയും മേൽ കാണിച്ചു. അപ്പൊ അത് ഏറ്റെടുത്തില്ല. മനുഷ്യൻ അത് ഏറ്റെടുത്തു. മനുഷ്യനും പ്രപഞ്ചത്തിലെ ഇതര പ്രതിഭാസങ്ങളും തമ്മിലുള്ള ഈ വ്യത്യാസമാണ് ഇവിടെ ശ്രദ്ധാവിഷയം. ആകാശ ഭൂമികളും പർവ്വതങ്ങളുമെല്ലാം വലിയ സൃഷ്ടികളാണെങ്കിലും അവയുടെ പ്രകൃതി ഈ ശാസനഭാരം ഏറ്റെടുക്കാൻ പറ്റിയതല്ല. അവയെ അപേക്ഷിച്ച് മനുഷ്യൻ വളരെ ചെറിയ ജീവിയാണെങ്കിലും മനുഷ്യൻ രണ്ട് കാരണങ്ങളാൽ ശരീഅത്താകുന്ന അമാനത്തിനെ ഏറ്റെടുക്കേണ്ടി വന്നു. ഒന്ന്, ശരീഅത്താകുന്ന അമാനത്തിനെ ഏറ്റെടുക്കാനുള്ള വിശേഷ ബുദ്ധിയും വിവേചന ശക്തിയും അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്നു. മനുഷ്യൻ അജ്ഞതയും അക്രമവാസനയും മൂലം വഴി തെറ്റിപ്പോകാൻ ധാരാളം സാധ്യതകളുണ്ട്. മനുഷ്യനെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ ഈ ശരീഅത്ത് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ശരീഅത്താവുന്ന അമാനത്തിനെ മനുഷ്യൻ ഏറ്റെടുത്തു കഴിഞ്ഞു. അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനനുസരിച്ചും അന്ത്യദിനത്തെ ഭയപ്പെട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിക്കും ഈ അമാനത്തിന്റെ താല്പര്യം അനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കേണ്ട ബാധ്യതയുണ്ട്. ഇഹത്തിലും പലത്തിലും നിങ്ങൾ വിജയം ആശിക്കുന്നുവെങ്കിൽ അതിനുള്ള മാർഗം അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ സ്മരിക്കുകയാവുന്നു. അല്പസമയമല്ല, എപ്പോഴും സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഇഹത്തിലും പലത്തിലും
പരമാധികാരിയും ഏകനുമായ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹു സൃഷ്ടിച്ച ഓരോ സൃഷ്ടികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചും സൃഷ്ടികൾ ഓരോന്നിനോടുമുള്ള അള്ളാഹു അവന്റെ സൂക്ഷ്മതയോടെയുള്ള പരിപാലനത്തെ കുറിച്ചും ഓർക്കുക. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും അതീവ സൂക്ഷ്മതയോടെയുള്ള അവയുടെ പരിപാലനത്തിലും പകലുകൾ മാറി വരുന്നതിലും സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കുവീൻ. അള്ളാഹു തന്നെ സ്മരിക്കാൻ പ്രേരിപ്പിച്ചു എന്നതിനർത്ഥം അവന്റെ സത്തയെ കുറിച്ചു ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നല്ല, മറിച്ച് ആകാശഭൂമികളും അവയിലുള്ളവയെയും സൃഷ്ടിച്ച അവന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ചും അവന്റെ സൂക്ഷ്മതയോടെയുള്ള പരിപാലനത്തെ കുറിച്ചും ചിന്തിക്കാനാണ് പ്രേരിപ്പിച്ചത്. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, മനുഷ്യന് ജീവിക്കാനും അള്ളാഹുവിനെ അറിഞ്ഞു അവന്റെ നിയമവിധി വ്യവസ്ഥകൾക്കനുസൃതമായി ജീവിതം നയിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. ആ അള്ളാഹുവിനെ നിന്നും ഇരുന്നും കിടന്നും കൂടുതൽ സമയം ഓർക്കുവീൻ. അല്പസമയമല്ല, എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച് ചിന്തിച്ചു ഓർക്കുവീൻ. അള്ളാഹു മനുഷ്യർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അവയിൽ അള്ളാഹുവിന് മാത്രം ചെയ്യാൻ കഴിയുന്നതും മറ്റാർക്കും ചെയ്യാൻ കഴിയാത്തതുമായ 5 അനുഗ്രഹങ്ങളാണിവ. 1, അള്ളാഹു നമ്മെയും നമ്മുടെ പൂർവികരെയും സൃഷ്ടിച്ചു. 2, അവൻ നമ്മെയും അഖില ലോകത്തെയും സംരക്ഷിക്കുന്നു. 3, ഭൂമിയെ അവൻ നമുക്ക് ഇരിക്കാനും കിടക്കാനും നടക്കാനും കൃഷി ചെയ്യാനും മറ്റും പാകത്തിന് വിരിപ്പ് പോലെയാക്കി. 4, ആകാശത്തെ അവൻ നമുക്ക് മേൽത്തട്ടാക്കി. 5, ആകാശത്ത് നിന്നവൻ മഴ വർഷിപ്പിക്കുകയും തന്മൂലം മനുഷ്യർക്കും ഇതര ജീവികൾക്കും ആഹാരത്തിനായി ഭൂമിയിൽ സസ്യജാതികളും ഫലങ്ങളും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. ഇവിടുത്തെ മനുഷ്യ ജീവിതം സുഖകരവും സൗകര്യപ്രദവുമാവുക എന്ന ഉദ്ദേശം നിറവേറ്റാനാണ് ഇതെല്ലാം. ഇത്രയും സൗകര്യങ്ങളും മഹത്തായ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുവീൻ. അപ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ചു നൽകിയവൻ ഒന്നും സൃഷ്ടിക്കാത്തവന് പോലെയാണോ നിങ്ങൾ മനുഷ്യർ ചിന്തിക്കുന്നില്ലേ? സൂറത്ത് നഹ്ൽ 17. ഇഹത്തിലും പരത്തിലും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കണമെന്ന ആഗ്രഹത്തോടെ അള്ളാഹുവിനോട് മാപ്പിന്നും അപേക്ഷിക്കുകയും അവനിലേക്ക് ഖേദിച്ച് മടങ്ങുകയും എല്ലാം അവനിൽ ബലമേൽപ്പിക്കുകയും എല്ലായ്പ്പോഴും അവനോട് ദുആ ചെയ്തും അവന്റെ നിയമവിധി വ്യവസ്ഥകൾക്കനുസൃതമായി സൂക്ഷ്മതയോടെ ജീവിതം നയിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുവീൻ. അന്ത്യനാൾ അടുത്തടുത്ത് വരുന്നു. അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് അവ ഓരോന്നായി എല്ലായ്പ്പോഴും ഓർക്കുവീൻ. അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചും അന്ത്യനാളിലെ അവസ്ഥകളെ കുറിച്ചും എല്ലായ്പ്പോഴും ഓർക്കുവീൻ. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഓരോ അനുഗ്രഹത്തെ കുറിച്ചും അവതാരത്തെ കുറിച്ചും എല്ലായ്പ്പോഴും ഓർക്കുവീൻ. ഇല്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിനെ കുറിച്ചും നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നമുക്ക് ആഹാരം നൽകിയതിനെ കുറിച്ചും നമ്മെ പ്രസവിച്ച ഉടനെ നേരിയ ചൂടിനും മധുരത്തിനും രുചിയോടെ പോഷക സമ്പുഷ്ടമായ പാനീയം തയ്യാർ ചെയ്തു തന്നതിനെ കുറിച്ചും ഓർത്തുകൊണ്ട് ഔദാര്യവാനായ അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുവീൻ. അള്ളാഹു നമുക്ക് അവന്റെ നിശ്ചയം അനുസരിച്ച് നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ഇണയായി ഭാര്യയെയും അള്ളാഹുവിന് വഴിപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ഭാര്യയ്ക്ക് ഇണയായി ഭർത്താവിനെയും നൽകിയതിന് ഇരുകൂട്ടരും അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനനുസരിച്ചും അന്ത്യനാളിനെ ഭയപ്പെട്ടും എല്ലായ്പ്പോഴും നന്ദി പ്രകടിപ്പിക്കുവീൻ. അള്ളാഹുവിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ബാപ്പ ഉമ്മമാരെയും പറഞ്ഞാൽ അനുസരിക്കുന്ന മക്കളെയും നൽകിയതിലും അള്ളാഹുവിനെ സ്തുതിക്കുവീൻ. എത്ര വായിച്ചാലും പഠിച്ചാലും ഒന്നും മനസ്സിലാവാത്ത ചിലരെ നാം ജീവിതത്തിൽ കാണാറുണ്ട്. ഓർമ്മശക്തി നന്നേ കുറവ്. അത്തരക്കാർ അറിയുന്ന ചെറിയ സൂറത്തുകൾ ഓതി കാലം ഒഴിവാക്കാതിരിക്കുക. ഒന്നും ചൊല്ലാൻ അറിയില്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എപ്പോഴും ചൊല്ലാൻ പരിശ്രമിക്കട്ടെ. അള്ളാഹു ഉദാരമായി കരുണ ചെയ്യുന്നവനാണ്. ഒരാൾ അധ്വാനിച്ച് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അയാളുടെ ഭാരം ലഘൂകരിച്ച് കൊടുക്കണമേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുക. മറ്റുള്ളവർ പല വിധേനയുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ അവർക്ക് രോഗശാന്തി നൽകണമേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുക. ഉറ്റവർ നഷ്ടപ്പെട്ടു വിഷമിക്കുന്നവർക്ക് ആശ്വാസമേഖലേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുക.
അവരെ സമാധാന വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഇങ്ങനെ പല വിധേനയുള്ള പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം നമ്മെയും മറ്റെല്ലാവരെയും അല്ലാഹുവേ നിന്റെ ഔദാര്യ കാവൽ നൽകി കാത്തു രക്ഷിക്കണമേ എന്നും പ്രാർത്ഥിക്കുക. സുഭിക്ഷമായി ഭക്ഷണവും നല്ല പാനീയവും പഴങ്ങളും മറ്റും കിട്ടുമ്പോൾ പട്ടിണി കിടക്കുന്നവരെ ഓർക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്നവർക്ക് ഭക്ഷണം നൽകുകയും അങ്ങനെ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുക. കലാപങ്ങളിൽ നിന്നും കെടുതികളിൽ നിന്നും തീർച്ചോഭങ്ങളിൽ നിന്നും പട്ടിണി മരണങ്ങളിൽ നിന്നും നമുക്ക് ശാന്തിയും സമാധാനവും നിറഞ്ഞ സുഖജീവിതം നൽകിയ അള്ളാഹുവിനെ അറിഞ്ഞ് അവന് നന്ദി കാണിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനനുസരിച്ചും അന്ത്യനാളിനെ ഭയപ്പെട്ടും അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകളെ അനുസരിച്ചും അള്ളാഹുവിന്റെ തിരുപ്പിതി കരസ്ഥമാക്കണമെന്ന ആഗ്രഹത്തോടെ സൂക്ഷ്മതയിൽ ജീവിക്കണം എന്നേ ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസിയും അള്ളാഹു തിരുപ്പതിപ്പെടുന്ന ഏറ്റവും നിസ്സാരമായത് മുതൽ ഏറ്റവും വലുതുവരെയുള്ള ഏതൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാലും അപ്പോൾ തന്നെ അള്ളാഹുവിനോട് മനസ്സുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹുവെ നീ തൃപ്തിപ്പെടുന്ന നല്ല കാര്യങ്ങൾ ഇതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും സത്യവിശ്വാസികൾക്കും തൗഫീഖ് നൽകണമേ അല്ലാഹ്. അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണം. ഓരോ വിശ്വാസിയും ഏതൊരു നന്മ കാണുമ്പോഴും അല്ലാഹുവിനെ സ്മരിക്കുകയും നമുക്കും അപ്രകാരം ചെയ്യാനുള്ള തൗഫീഖ് നൽകണമേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുപോലെ ഓരോ വിശ്വാസിയും ഏതൊരു തിന്മ കാണുമ്പോഴും അല്ലാഹുവേ അത്തരം തിന്മകളെ തൊട്ട് കാവൽ നൽകണമേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുക. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചു സൂക്ഷ്മതയോടെ ജീവിക്കുകയും ഏതൊരു നന്മ കണ്ടാലും അല്ലാഹുവിന്റെ ഔദാര്യത്തിനായി ദുആ ചെയ്യുകയും ഏതൊരു തിന്മ കണ്ടാലും അല്ലാഹുവിലേക്ക് കാവൽ തേടുകയും ചെയ്യുന്നവർ ഇരു ലോകത്തും വിജയികളാവും. അതുപോലെ അള്ളാഹു നിരോധിച്ച അവൻ തൃപ്തിപ്പെടാത്ത ഏറ്റവും നിസ്സാരമായത് മുതൽ ഏതൊന്നും ശ്രദ്ധയിൽപ്പെട്ടാലും അപ്പോൾ തന്നെ അള്ളാഹുവിനോട് മനസ്സുകൊണ്ട് ദുആ ചെയ്യുക. ഇതുപോലെ അള്ളാഹു നിരോധിച്ചതും അള്ളാഹു തൃപ്തിപ്പെടാത്തതുമായ ദുഷ്പ്രവൃത്തികളിൽ നിന്നും ദുഷ്ചെയ്തികളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും സത്യവിശ്വാസികളെയും നീ കാത്തു രക്ഷിക്കണമേ അല്ലാഹ് എന്നും നരക ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ അല്ലാഹ് എന്നും ദുആ ചെയ്യുക. അല്ലാഹു നിശ്ചയിച്ച ഏത് നിമിഷവും ഓടി വരുന്ന മരണത്തെ കുറിച്ച് എപ്പോഴും എപ്പോഴും അധികമായി ഓർക്കുകയും മരണശേഷമുണ്ടാവുന്ന ബർസഖി ജീവിതത്തെ കുറിച്ചും അന്ത്യനാളിന്റെ അവസ്ഥകളെ കുറിച്ചും എല്ലായ്പ്പോഴും ധാരാളമായി ഓർക്കുകയും അല്ലാഹു ഖുർആൻ മുഖേന അതിന് നൽകിയ നരകത്തെ കുറിച്ചും നരകത്തിലെ അവസ്ഥകളെ കുറിച്ചും വീണ്ടും വീണ്ടും ഓർക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ റസൂലിനനുസരിച്ചും അന്ത്യനാളിനെ ഭയപ്പെട്ടും സൂക്ഷ്മതയിൽ ജീവിതം നയിക്കുന്നവർക്ക് അള്ളാഹു ഔദാര്യമായി നൽകുന്ന സ്വർഗത്തെ കുറിച്ചും ധാരാളമായി ഓർക്കുകയും അള്ളാഹു അവന്റെ അടിമകളായ നമുക്ക് നൽകിയതും നൽകിക്കൊണ്ടിരിക്കുന്നതുമായ അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ചും ഔദാര്യത്തെ കുറിച്ചും കാരുണ്യത്തെ കുറിച്ചും ധാരാളമായി ഓർക്കുകയും ഓരോ വിശ്വാസിയും ഓരോ നിമിഷവും സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഇഹത്തിനും പരത്തിനും പരമാധികാരിയും ഏകനുമായ അള്ളാഹുവിനെ അറിഞ്ഞ് അവൻ നമുക്ക് നൽകിയതും നൽകിക്കൊണ്ടിരിക്കുന്നതുമായ ഇത്തരം ഓർമ്മയിൽ ജീവിക്കാൻ പരിശ്രമിക്കുക. കാരണം ഇഹലോകത്തിൽ നമ്മൾ 30, 40, 80 വർഷം ജീവിച്ചാലും അതിനും എത്രയോ ദൈർഘ്യമുള്ള ആഖിറത്തെ കുറിച്ച് അള്ളാഹുവിന് മാത്രമേ അറിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് ചിന്തിക്കുക, അവന്റെ സത്യയെ കുറിച്ച് ചിന്തിക്കരുത്. കാരണം സൃഷ്ടികളോട് താരതമ്യം ചെയ്തു സൃഷ്ടാവിന് വിവാപനം ചെയ്യാൻ ശ്രമിച്ചാൽ അത് സൃഷ്ടികൾക്ക് തുല്യമായ ഒന്നാവും. സൃഷ്ടാവുമെന്ന പിഴച്ച ധാരണയിൽ എത്തിക്കും. അള്ളാഹുവിന്റെ ആകൃതിയും പ്രകൃതിയും വലുപ്പവുമെല്ലാം ആകും ഓർമ്മയിൽ വരിക. അള്ളാഹുവാകട്ടെ ഈ മാനങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധനാണ്. അപ്പോൾ സങ്കീർണവും മഹത്തരവുമായ വലിയ വലിയ സൃഷ്ടികളുടെ സൃഷ്ടാവ് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തനും ഭിന്നനുമായിരിക്കും എന്നാണ് നാം ചിന്തിക്കേണ്ടത്. കാരണം ഇതെന്താ ചിന്തിക്കുന്നവനും
അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. അള്ളാഹു ചിന്തിക്കുന്ന അവനെ അടക്കം ഏതൊന്നിനെയും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കുന്നത് അവൻ കണ്ടിട്ടില്ലേ? അവൻ ഒരിക്കലും സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഇഹത്തിലും പരത്തിലും പരമാധികാരിയുമായ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. നമ്മുടെ അറിവിനും കാഴ്ചക്കും ഭാവനകളുടെ പരിധിക്കുമെല്ലാം ഉപരിയാണ് അള്ളാഹു. അതിനാൽ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് താരതമ്യം ചെയ്യാതെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആർക്കും തെറ്റു പിണയില്ല. ഈ പ്രപഞ്ചവും അതിലെ സകല സൃഷ്ടിജാലങ്ങളും പ്രമാദമുക്തവുമായ അതിന്റെ സംവിധാനവും നിയന്ത്രണവും അധികാര നിർവഹണവും അവയ്ക്കൊരു സൃഷ്ടാവുണ്ടെന്ന് അറിയിക്കുന്ന റബ്ബുൽ ആലമീൻ ഉദ്ദേശിക്കുന്നത് എല്ലാം സൃഷ്ടിക്കുവാനും ഉദ്ദേശിക്കുന്നത് പോലെ പരിപാലിക്കുവാനും ഒരു നാഥൻ വേണമെന്നാവശ്യപ്പെടുന്ന ഗുണങ്ങൾ ലോകത്തിനുണ്ട്. ആ നാഥന്റെ ഏകതയുടെ അടയാളങ്ങൾ ആകാശഭൂമികളിൽ മാത്രമല്ല അടങ്ങിയതെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ആത്മാക്കളുടെയും ജനങ്ങളുടെയും ലോകത്തെ ഓരോ കണികയും അതിന് വ്യക്തമായ സാക്ഷ്യങ്ങളാകുന്നു. ഏകതയെ അജയ്യമാം വിധം അവ അടയാളപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് നാം സൃഷ്ടാവിനെ സംബന്ധിച്ച ബോധത്തിൽ എത്തിച്ചേരേണ്ടത്. അല്ലാഞ്ഞാൽ തെറ്റുപറ്റും. ആര് തന്നെ കുറിച്ച് അറിഞ്ഞുവോ അവൻ തന്റെ രക്ഷിതാവിനെ കുറിച്ച് അറിഞ്ഞു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനുഷ്യൻ എല്ലായ്പ്പോഴും തന്റെ രക്ഷിതാവിന്റെ സ്മരണയിലാണ് കഴിയേണ്ടത്. എല്ലാ ഇബാദത്തുകൾ കൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച സ്മരണയാണ്. നിന്നും ഇരുന്നും കിടന്നും എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സ്മരിക്കുന്നവരും ആകാശഭൂമികളുടെ സൃഷ്ടിയെ കുറിച്ചും ചിന്തിക്കുന്നവരും ഞങ്ങളുടെ നാഥ, നീ ഇതൊന്നും സൃഷ്ടിച്ചത് അർത്ഥശൂന്യമായിട്ടല്ല, നീ പരിശുദ്ധനാണ്. അതുകൊണ്ട് ഞങ്ങളെ നരക ശിക്ഷയിൽ നിന്ന് രക്ഷിക്കണമേ എന്നു പ്രാർത്ഥിക്കുന്നവരുമാണ് ബുദ്ധിയുള്ളവർ. സൂറത്തു ആലി ഇമ്രാൻ 191. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിന്റെ കഴിവുകൾ കണ്ടെത്തുന്ന ഏതൊരു വ്യക്തിയും സദാ അവനെ സ്മരിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരുടെ നാഥൻ ഇങ്ങനെ ഉത്തരം നൽകി: പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും നിങ്ങളിൽപ്പെട്ട ഒരു പ്രവർത്തകന്റെയും പ്രവൃത്തി ഞാൻ പാഴാക്കുകയേ ഇല്ല. സൂറത്തു ആലി ഇമ്രാൻ 195. സത്യവിശ്വാസികളായ ബുദ്ധിമാന്മാർ മേൽപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അള്ളാഹു നൽകിയ മറുപടിയാണ് ഇവിടെ എടുത്തു കാണിച്ചിരിക്കുന്നത്. പ്രാർത്ഥന മാത്രം പോരാ, പ്രവർത്തനവും കൂടി ആവശ്യമാണെന്ന് ഈ മറുപടി വ്യക്തമാക്കുന്നു. പുരുഷൻ സ്ത്രീയിൽ നിന്നും സ്ത്രീ പുരുഷനിൽ നിന്നും ജനിച്ചവരായതുകൊണ്ട് പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലെന്നും ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ സത്യമാർഗങ്ങളിലൂടെ സൂക്ഷ്മതയിൽ ജീവിതം നയിക്കുമ്പോൾ പല തരത്തിലുള്ള വിഷമങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്നും അവയെല്ലാം സഹിച്ചും ക്ഷമിച്ചും സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും പുണർന്നു ജീവിക്കുന്നവർക്ക് അതിമഹത്തായ പ്രതിഫലമാണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്നും ഈ ചുക്കം വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് പ്രതിഫലമായി കണ്ണുകൾക്ക് കുളിരേകുന്ന എന്തെല്ലാം വസ്തുക്കളാണ് അവർക്ക് രഹസ്യമായി ഒരുക്കി വെച്ചതെന്ന് ഒരാളും അറിയുകയില്ല. സൂറത്തു സജദ 17. നയനാനന്ദകരവും വിട്ടുമാറാൻ കഴിയാത്ത തരത്തിലുള്ളതുമായ പ്രതിഫലമാണ് അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. അവരുടെ കണ്ണുകൾ മറ്റൊരു വസ്തുവിലും സ്ഥാപിതമാവാൻ സാധിക്കാത്ത അത്ര സുന്ദരമായ സുഖങ്ങളാണ് അവിടെ ലഭ്യമാകുക. അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ നാട്ടിൽ യഥേഷ്ടം ചുറ്റി സഞ്ചരിക്കുന്നത് താങ്കളെ വഞ്ചിതനാക്കരുത്. സൂറത്തു ആലി ഇമ്രാൻ 196. പരലോകത്തിന് പകരം ഐഹിക ജീവിതത്തെ വിലക്കു വാങ്ങിയവരാണവർ. സൂറത്തുൽ ബഖറ 86. ഐഹിക ജീവിതം കളിയും വിനോദവും മാത്രമാണ്. സൂക്ഷ്മത പുലർത്തുന്നവർക്ക് ഭാരതീയ ഭവനം തന്നെയാണ് ഉത്തമം. സൂറത്തുൽ അൻആം 32. ഈ ഐഹിക ജീവിത കളിയും വിനോദവും മാത്രമാണ്, പരലോക ഭവനമാണ് സജീവമായിട്ടുള്ളത്. സൂറത്തുൽ അൻകബൂത്ത് 64. അത് വളരെ ചുരുങ്ങിയ ഒരു ജീവിത സുഖം മാത്രം, പിന്നീട് അവരുടെ വാസസ്ഥാനം നരകവുമാകുന്നു. അത് എത്ര ദുഷിച്ച സങ്കേതം. സൂറത്തു ആലി ഇമ്രാൻ 197. എന്റെ ജനങ്ങളെ, ഈ ഐഹിക ജീവിതം വെറും ഒരു താൽക്കാലിക വിഭവം മാത്രമാണ്, പരലോക സ്ഥിരതയുടെ ഭവനം തന്നെയാകുന്നു. സൂറത്തുൽ മൂമീൻ 39. സത്യവിശ്വാസികൾ ഒട്ടനവധി വിഷമങ്ങളും പരീക്ഷണങ്ങളും ത്യാഗങ്ങളും സഹിക്കേണ്ടി വരുമ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ നാട്ടിൽ യഥേഷ്ടം വിഹരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട് സത്യവിശ്വാസികൾ വഞ്ചിതരാകരുത്.
അല്പ ദിവസങ്ങളുടെ ആയുസ് മാത്രമുള്ള സുഖജീവിതം മാത്രമാണത്. മരണത്തോടെ ആ സുഖജീവിതം അവസാനിക്കുന്നു. മരണാന്തരം അവർ ചെന്നെത്തുന്നത് നരകാഗ്നിയിലാണ്. അതേ സമയം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾക്കൊത്തും ജീവിച്ചവർക്ക് മരണാന്തരം ലഭിക്കുന്നത് സുഖസമ്പൂർണമായ സ്വർഗമാകുന്നു. സ്വർഗത്തെ അപേക്ഷിച്ചു നോക്കുമ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവർ ഇവിടെ അനുഭവിക്കുന്ന സുഖമേയല്ല എന്നു കാണാം. എന്നാൽ തങ്ങളുടെ റബ്ബിനെ അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കുന്നവർക്കു ചില സ്വർഗങ്ങളുണ്ട്. അവയുടെ താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. അതിൽ അവർ എന്നെന്നും വസിക്കുന്നവരാണ്. അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു സൽക്കാരമാണത്. അവങ്കലുള്ള പ്രതിഫലമാണ് പുണ്യവാന്മാർക്ക് ഇവിടുത്തെ സുഖ സൗകര്യങ്ങളെക്കാൾ ഉത്തമം. സൂറത്ത് ആലി ഇമ്രാൻ 198. അതിനാൽ എന്നെ നിങ്ങൾ ഓർക്കുവീൻ, ഞാൻ നിങ്ങളെ ഓർക്കും. എന്നോട് നന്ദി കാണിക്കുകയും നന്ദിക്കേട് കാണിക്കാതിരിക്കുകയും ചെയ്യുവീൻ. സൂറത്തുൽ ബഖറ 152. ദിക്ർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമസ്കാരമാണ്. ഉബുദിയത്ത് ആരാധന 3 ഇനമാണ്. ഹൃദയം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുക, നാവ് കൊണ്ട് സമ്മതിക്കുക, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുക. നിന്നും നിസ്കരിക്കുകയാണ് വേണ്ടത്. സാധ്യമല്ലെങ്കിൽ ഇരുന്നും, അതിനും കഴിയില്ലെങ്കിൽ കിടന്നും, രോഗശയ്യയിൽ അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സുകൊണ്ട് പോലും നമസ്കരിക്കാം. വിശ്വാസികൾ ഒരവസ്ഥയിലും നമസ്കാരം ഉപേക്ഷിക്കുകയില്ല. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും അന്ത്യനാളിനെ ഭയപ്പെടുകയും ചെയ്യുന്നവർ നിർബന്ധ നിസ്കാരങ്ങൾ ഖളാ ഉണ്ടെങ്കിൽ ഉടനെ ഖളാ വീട്ടാൻ പരിശ്രമിക്കുകയും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും എല്ലായ്പ്പോഴും അള്ളാഹുവിനോട് പശ്ചാത്താപിച്ചും അവനെ അനുസരിച്ചും സൂക്ഷ്മതയോടെ പരിശ്രമിക്കുകയും ചെയ്യുവീൻ. അന്ത്യനാളിതാ അടുത്തടുത്ത് വരുന്നു. ബുദ്ധിക്കു ബാഹ്യമായ ഒരു തലമുണ്ട്, അകക്കാമുണ്ട്. തുടക്കത്തിൽ ബാഹ്യമായ ബുദ്ധിയാവും നയിക്കുക. ഈ അവസ്ഥയുടെ പരിപൂർണതയിൽ എത്തിയാൽ ബുദ്ധിയുടെ അകക്കാമ്പാകും നമ്മെ നയിക്കുക. അള്ളാഹുവിന് അവന്റെ വചനങ്ങളുടെ ഉദാത്തങ്ങൾ അറിയൂ. ദൈവസ്മരണയുടെ മഹാത്മ്യം വിളിച്ചോതുന്ന പ്രമാണങ്ങൾ ഏറെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗഭൂതോമുകളിൽ മേയണമെന്ന് ആഗ്രഹിക്കുന്നവർ അള്ളാഹുവിനെ സംബന്ധിച്ച് സ്മരണ അധികരിപ്പിക്കട്ടെ. സൂറത്തുൽ മുഅ്മിനൂൻ 51-ാം വചനത്തിൽ അള്ളാഹു തന്റെ പ്രവാചകന്മാരോട് പറയുന്നു, ദൂതന്മാരെ, നിങ്ങൾ നല്ല വസ്തുക്കളിൽ നിന്ന് ഭക്ഷിക്കുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്യുക. ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്നത് നല്ലതുപോലെ അറിയുന്നവൻ തന്നെയാണ്. അള്ളാഹുവിന്റെ ഈ കൽപ്പന പ്രവാചകന്മാർക്ക് മാത്രമല്ല ബാധകം. അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ പ്രവാചകരെ അനുസരിച്ചും അന്ത്യനാളിനെ ഭയപ്പെട്ടും ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ അനുയായികൾക്കും ബാധകമാണ്. ഹലാലായ ഭക്ഷണം കഴിക്കുന്നവർക്ക് മാത്രമേ അള്ളാഹു തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയുകയുള്ളൂ. അവർ അള്ളാഹു തൃപ്തിപ്പെടുന്ന ഏത് ആവശ്യങ്ങൾക്ക് ദുആ ചെയ്താലും അത് അള്ളാഹു സ്വീകരിക്കും എന്ന് ഈ വചനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു മഹത്തായ സത്യം തന്നെയാണ്. നിങ്ങൾ ബോധമുള്ളവരാണെങ്കിൽ അതിന്റെ മഹത്വം മനസ്സിലാക്കുമായിരുന്നു. സൂറത്തുൽ വാഖിയ 76. അള്ളാഹു അനുവദനീയമാക്കിയ ഭക്ഷണം കഴിക്കുന്നത് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മനുഷ്യരെ സഹായിക്കുമെന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകന്മാർ ഇത് മികവുറ്റ രീതിയിൽ മാതൃകാപരമായി നിർവഹിച്ചു. വാക്കുകളിലും പ്രവൃത്തികളിലും മാർഗദർശനങ്ങളിലും ഉപദേശങ്ങളിലുമായി അവർ എല്ലാത്തരം സൽക്കർമ്മങ്ങളും ചെയ്തു. അവർ നേതാക്കളും ജേതാക്കളുമായപ്പോഴും മറ്റുള്ളവരുടെ അധ്വാനത്തെ ആശ്രയിക്കുമായിരുന്നില്ല. മറിച്ച് പരമാവധി സ്വന്തം കൈകളാൽ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയതാണ് മിക്ക പ്രവാചകന്മാരും ഭക്ഷിച്ചിരുന്നത്. ആട് മേക്കുന്നവർ, കന്നുകാലികളെ തെളിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പുച്ഛമാണ്. എന്നാൽ പ്രവാചകന്മാർക്ക് അതൊരു നീചമായ തൊഴിലായിരുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരും പ്രവാചകത്തിൽ ലഭിക്കുന്നതിന് മുമ്പ് ആട്ടിടയന്മാരായത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആട്ടിടയനാവാത്ത ഒരു പ്രവാചകനുമില്ല. സ്വഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങും? അതേ, ഞാൻ മക്കയിലെ ജനങ്ങളുടെ ആടുകളെ ഖൈറാത്തുകൾക്കായി പരിപാലിക്കാറുണ്ടായിരുന്നു.
ഏതാണ്ട് ഒരു ദിനാറിന്റെ 20 അംശമാണ് ഒരു ഖൈറാത്ത്. നിസ്സാരമായ ഒരു തുക. ഇത് ചെറുതാണെങ്കിലും അതിൽ അധ്വാനത്തിന്റെ ബർക്കത്തുണ്ട്. പ്രവാചകനും ചക്രവർത്തിയുമായിട്ട് പോലും ദാവൂദ് നബി അലൈഹിസ്സലാം സ്വന്തം കൈകൾ കൊണ്ട് സമ്പാദിച്ചതിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുമായിരുന്നത് എന്ന് മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ദാവൂദ് നബി അലൈഹിസ്സലാം തൊഴിലിൽ കൊല്ലനായിരുന്നു. നൂഹ് നബി അലൈഹിസ്സലാം ആശേരിയായിരുന്നു. ഇസ്ലാമിൽ ഒരു തൊഴിലും മോശമല്ല. തൊഴിലെടുക്കാതെ ഭക്തിയുടെയോ ശക്തിയുടെയോ വംശ പാരമ്പര്യത്തിന്റെയോ പേരിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്തു ജീവിക്കുന്നതത്രേ ഏറ്റവും നീചമായ ജന്മം. അവർ തിന്നുന്നത് പ്രത്യക്ഷത്തിൽ നല്ല വസ്തുക്കളായിരിക്കാം, എന്നാൽ അത് ധാർമ്മികമായി നിഷിദ്ധമായതത്രേ. അള്ളാഹു നിഷിദ്ധമാക്കിയ പക്ഷിറച്ചിയും പന്നിറച്ചിയും മദ്യവും നിഷിദ്ധം തന്നെയാണ്. എന്നാൽ അതിനും നിഷിദ്ധമാണ് പലിശ ഇടപാടുകളിൽ നിന്ന് നാം ഭക്ഷിക്കുന്നത്. പലിശ ഇടപാടുകളിൽ ഏർപ്പെടുന്ന, അതിൽ നിന്ന് അല്പമെങ്കിലും ഭക്ഷിക്കുന്ന മനുഷ്യരെ വളരെ എളുപ്പത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹമായ വിവേകത്തിൽ നിന്നും സന്മാർഗത്തിൽ നിന്നും ധാർമ്മിക ബോധത്തിൽ നിന്നും ആത്മീയതയിൽ നിന്നും അവസാനം അല്ലാഹുവിനെ സംബന്ധിച്ച ബോധത്തിൽ നിന്നും ഇബ്ലീസ് തെറ്റിച്ചു കളയും. ഇബ്ലീസിന്റെ ആകമാനം പണിപ്പുരയിലെ ഏറ്റവും മികച്ച ആയുധം മനുഷ്യന്റെ മനസ്സിൽ എല്ലായ്പ്പോഴും ലൗകിക കാര്യങ്ങളോടുള്ള മുൻതൂക്കം നട്ടുപിടിപ്പിക്കുകയാണ്. ഖുർആൻ ഈ ആയുധത്തെ കുറിച്ച് ഇങ്ങനെ സൂചന തരുന്നു. ഇൽമയിൽ തുടരുന്ന മനുഷ്യൻ ഇബ്ലീസിന്റെ സ്വാധീന വലയത്തിലാകുന്നു. അവൻ ക്രമേണ ഇബ്ലീസിന്റെ ദുഷ്ചെയ്തികളിൽ പറ്റി പ്രവർത്തിക്കാൻ തുടങ്ങും. എന്നല്ല, ഇബ്ലീസ് ചെയ്യാൻ ധൈര്യപ്പെടാത്ത കാര്യങ്ങൾ പോലും ഇബ്ലീസിന്റെ വലയിലായ മനുഷ്യനെ കൊണ്ട് ഇബ്ലീസിന് ചെയ്യിക്കാനാവും. മിനൽ ജിന്നത്തി വന്നാസ് എന്ന ശുക്തത്തിൽ സൂചിപ്പിച്ച മനുഷ്യവർഗത്തിലെ പിശാചിന്റെ സ്വാധീനത്തിൽ പെട്ട് സ്വയം പിശാചായി മാറിയാൽ അവരിൽ ദുർമന്ത്രവാദം ചെയ്യുന്നവരും മന്ത്രവാദം ചെയ്യിപ്പിക്കുന്നവരും കണക്ക് നോക്കുന്നവരും അത് വാസ്തവമായി കരുതുന്നവരും ജിന്നിനെയും മറ്റും ഹാജരാക്കി ചികിത്സിക്കുന്ന ആത്മീയ ചികിത്സകൾ ചെയ്യുന്നവരും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണെന്നും ഔലിയാക്കളാണെന്നും സൂഫിയാക്കളാണെന്നും പറഞ്ഞു അവരുടെ ഉള്ളതും ഇല്ലാത്തതുമായ പല വിധേനയുള്ള കറാമത്തുകളും പോരിഷകളും അത്ഭുതങ്ങളും പ്രചരിപ്പിച്ചു. അള്ളാഹു തൃപ്തിപ്പെടാത്ത വിധം ദുനിയാവിന്റെ ഭൗതിക സമ്പാദ്യങ്ങൾക്ക് വേണ്ടിയും ഭക്ഷിക്കാൻ വേണ്ടിയും ധനം ഒരുക്കൂട്ടി വെക്കുന്നത് നിഷിദ്ധം തന്നെ. ആത്മീയതയുടെ മറവിൽ നിധി തിരഞ്ഞു നടക്കുന്നവരും നിധിയെടുക്കാൻ വെമ്പുന്നവരും അതിന് എത്ര വേണമെങ്കിലും പണം ചെലവഴിക്കാൻ തയ്യാറുള്ളവരും നിധിയുടെ പേരിൽ പണം തട്ടിപ്പറിക്കുന്നവരും ധാരാളമുണ്ട്. മുൻകാമികൾ ആരെല്ലാമോ നിധി പിടിച്ചിട്ടിട്ടുണ്ട് എന്ന് കേൾവിയുണ്ട്. മുൻകാലങ്ങളിൽ നിധി ആർക്കെല്ലാമോ കിട്ടിയിട്ടുമുണ്ട് എന്നും കേൾവിയുണ്ട്. എന്നാൽ ഇന്ന് ആകുലത്തുകാരും മന്ത്രവാദികളും ആർക്കെങ്കിലും എവിടെയെങ്കിലും നിധി എടുത്തു കൊടുത്തതായി ചരിത്രത്തിൽ കേട്ടിട്ടില്ല. നിശ്ചിതമായ ധനം സമ്പാദിക്കുകയും എന്നിട്ട് പല വിധേനയും അത് നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്താലും അത്തരം ഒരു വ്യക്തിയും അതിൽ അനുഗ്രഹിക്കപ്പെടുകയില്ല. അവൻ അത് ദാനമായി നൽകിയാൽ അത് സ്വീകരിക്കപ്പെടുകയുമില്ല. കാരണം ആ ധനത്തിന്റെ അടിസ്ഥാനം അത് സമ്പാദിച്ച രീതി നിഷിദ്ധമാണ്. നിഷിദ്ധമായത് അള്ളാഹു സ്വീകരിക്കുകയില്ല. നിഷിദ്ധമായ ധനം അനന്തരാവകാശികൾക്ക് വേണ്ടി വിട്ടേച്ച് പോകുന്നത് പോലും നിശ്ചാർഹമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തു. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ പുരുഷനോ സ്ത്രീക്കോ തങ്ങളുടെ കാര്യത്തിൽ മറ്റൊരു അഭിപ്രായം ഉണ്ടാകാൻ പാടുള്ളതല്ല. ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ വ്യക്തമായ ദുർമാർഗത്തിൽ അകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. സൂറത്തുൽ അഹ്സാബ് 36. ഏതൊരു കാര്യത്തിലും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും തീരുമാനം ഏതോ
അതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്തിമ തീരുമാനം. അല്ലാഹുവും റസൂലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടാകാൻ പാടുള്ളതല്ല. ആർക്കെങ്കിലും മറ്റൊരു അഭിപ്രായം ഉണ്ടായാൽ അവർ സത്യവിശ്വാസികളാവുകയില്ല. അല്ലാഹുവിനെയും റസൂലിനെയും ധിക്കരിക്കുന്നവർ വ്യക്തമായ ദുർമാർഗത്തിൽ അകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളെ, അല്ലാഹു ത്വയ്യിബ് ആണ്. അവ ത്വയ്യിബ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു ദൂതന്മാരോട് കൽപ്പിച്ചത് തന്നെ വിശ്വാസികളോടും കൽപ്പിച്ചിരിക്കുന്നു.